സഹോദരങ്ങളെ, നമ്മൾ എന്നുള്ളത് ഈ ഇരിക്കുന്ന നിങ്ങളും ഞാനുമൊക്കെ ഇപ്പോൾ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും ഒരു ചെറിയ സമാധാനമുള്ളൊരു അന്തരീക്ഷം, സന്തോഷമുള്ള ഒരു ജീവിതം. പഴയ കാലത്ത് ഉസ്താദിനെ പോലെയുള്ളവരുടെ 40-50 കൊല്ലം മുമ്പുള്ള ആ കഥകളിലേക്ക് കിടക്കുമ്പോൾ അന്ന് ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി വാങ്ങുന്ന സമയം, വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ജില്ലയിലൊക്കെ ഇറച്ചി വാങ്ങുന്ന കാലം അത് ഉസ്താദുമാർക്കൊക്കെ അറിയാം. വെള്ളിയാഴ്ച ഒരു ദിവസമായിരിക്കും. ഞാനൊക്കെ ദിവസം പഠിക്കുമ്പോൾ അങ്ങനെയാണ്, വെള്ളിയാഴ്ചയാണ് ഒരു ദിവസം ഇറച്ചി ഉണ്ടാവുക. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നെ ഉസ്താദിൻ്റെ അവസ്ഥകൾ പറയണ്ടല്ല. അപ്പോൾ അന്ന് പക്ഷേ മനസ്സമാധാനം അതൊരു വല്ലാത്ത സന്തോഷമുള്ളതായിരുന്നു. ഇന്ന് നല്ല കൊട്ടാരം പോലെയുള്ള വീടുകളുണ്ട്, പറമ്പുകളുണ്ട്, കോടികൾ ആസ്തിയുണ്ട്, 4-5 പരമ്പരകൾക്ക് ജീവിക്കാനുള്ള വഴിയുണ്ട്. പക്ഷെ സ്വന്തം അടുക്കളയിൽ വരെ റാഹത്തില്ല. അടുക്കളയിലെങ്കിലും ഒരു സമാധാനം, കിടക്കുന്ന കിടപ്പുമുറിയിലൊരു സന്തോഷം. ഇതാണ് ഇന്നത്തെ മനുഷ്യൻ്റെ സ്ഥിതി. ഏത് മനുഷ്യനക്കളെ നോക്കുമ്പോഴും ഇങ്ങനെയാണ് സ്ഥിതിഗതികൾ. നല്ല കഴിവുള്ള പവിത്രമായ കഅബാലയത്തിൻ്റെ കില്ല പിടിക്കാൻ അവസരം ലഭിച്ച എത്രയോ ഹാജിമാർ കരയുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ടവരെ ഇരുത്തിയിട്ട് ഒരു ഊഹാപോഹമുള്ളൊരു പദം ഞാനിവിടെ പറയുന്നില്ല. ഓരോന്നും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് ഹാജിമാരുടെ കരച്ചിൽ കണ്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? മക്കളില്ലാത്തതിൻ്റെ പേരിലല്ല, ഉണ്ടായതിൻ്റെ പേരിൽ. ഉണ്ടായിപ്പോയല്ലോ, ഇല്ലായിരുന്നുവെങ്കിൽ ഇല്ല എന്ന വിഷമേ ഉള്ളൂ. ഉണ്ടായിപ്പോയി. മക്കൾ എന്നുള്ളത് അല്ലാഹു തആല ഈ ഉമ്മത്തിന് നൽകുന്ന, ഈ റബ്ബിൻ്റെ അടിമകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ റഹ്മത്തും നിഅമത്തും അനുഗ്രഹവും സന്തോഷത്തിൻ്റെ കേന്ദ്രവുമാണ് നമ്മുടെ മക്കൾ. മക്കൾ ഇല്ലാത്തവരോട് ചോദിച്ചാൽ അറിയാം ആരാണ് നമ്മുടെ മക്കൾ. കല്യാണം കഴിച്ച് 15-20 കൊല്ലമായി ഒരു കുഞ്ഞിൻ്റെ കാല് കാണാൻ കഴിയാത്ത ദമ്പതികളോട് മക്കളെക്കുറിച്ച് ചോദിച്ചാൽ അവരുടെ മറുപടി കേൾക്കേണ്ടവരുടെ മുഖം കണ്ടാൽ മതി. അവരുടെ മുഖത്തുള്ള ആ വാടിയ ശൈലി, ആ സഹോദരിയുടെ കരച്ചിൽ, സഹോദരൻ്റെ കരച്ചിൽ, അത് മാത്രം കണ്ടാൽ മതി ആരാണ് നമ്മുടെ മക്കൾ. സ്കൂളുകളിലേക്ക് പോകുന്ന, മദ്രസയിലേക്ക് പോകുന്ന പിഞ്ചു പൈതലുകളെ നോക്കിയിട്ട് മദ്രസയിലേക്ക് 7, 6, 6:30 മണിക്ക് മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളെ നോക്കിയിട്ട് കരയുന്ന കുറേ ദമ്പതികളുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, മക്കളെ കാണുമ്പോൾ കരച്ചിൽ വരികയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 20 കൊല്ലമായി ഒരു കുഞ്ഞിൻ്റെ കാല് കാണാത്തവരാണ് ഈ കരയുന്നത്. അവരുടെ മുഖം കണ്ടാൽ മതി നമ്മുടെ മക്കളാരാണ്. നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൽ വഅജല്ലുഹുന്ന ജാബത്തുൽ ഔലാദി. അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ സന്തോഷമുള്ള കാഴ്ച ഒരു കൊട്ടാരമല്ല, അതല്ലെങ്കിൽ പറമ്പുകളുമല്ല. കോടികൾ കൈവാരാൻ അത്യാവശ്യമുണ്ട്, അതുമല്ല. അതുകൊണ്ടൊന്നും ഒരു സന്തോഷം കിട്ടില്ല. നേരെ മറിച്ച് യുവാക്കളെ നമുക്ക് വേണ്ടി സന്തോഷിക്കുന്ന, നമ്മെ സന്തോഷിപ്പിക്കുന്ന, നമുക്ക് വേണ്ടി കണ്ണീരൊടുക്കുന്ന, നമുക്ക് ഒരു ഖുർറത്തുൽ ഐൻ, കൺകുളിർമയുണ്ടാക്കുന്ന നമ്മുടെ പൊന്നുമക്കളാണ്. നമ്മുടെ മോളെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം, നമ്മുടെ കുട്ടികളെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭൂതി, ഇതാണ് മുസ്ലിമീങ്ങളെ ലോകത്ത്, ഭൂമിയിൽ അല്ലാഹു തആല നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. പക്ഷേ കുട്ടികളെ കാണുമ്പോഴേക്കും വിഷമം, പെൺകുട്ടികളെ കാണുമ്പോഴും വിഷമം. ഉസ്താദുമാരോട്, ബഹുമാനപ്പെട്ടവരടക്കമുള്ളവരോട് മക്കൾ നന്നായി കിട്ടാൻ ദുആ ചെയ്യാൻ പറയും. അതിലേറെ ഇപ്പോൾ പറയുന്നത് എന്ത് ചെയ്യാൻ? ഉസ്താദെ, തങ്ങളുപ്പാപ്പ ദ്വാരക്കണം, മക്കളൊക്കെ മോശമായിപ്പോയി, മക്കളെ കൊണ്ട് റാഹത്തില്ല. ഇത് പറയാത്തവർ ഇന്ന് നാടുകൾ ചുരുക്കമാണ്. ഇതിന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കളെ കൊണ്ട് അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ
വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മക്കളാണ്, നമ്മുടെ കുട്ടികളാണ്. ആ മക്കളെ കൊണ്ടുണ്ടാകുന്ന ഒരു അനുഭൂതി, അതുപോലെ നമ്മുടെ ഭാര്യമാരുടെ മുഖപ്രസന്നത, നമ്മുടെ ഭാര്യമാരുടെ മുഖത്ത് നോക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു കൽബ് നിറയുന്നൊരു സന്തോഷം, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വേണമെങ്കിൽ അമ്മയും പറഞ്ഞോളി, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇതിപ്പോൾ നമ്മുടെ ജീവിതം ഈ പറയുന്നത്, നിങ്ങളെന്തോ ദേഷ്യത്തിലിരിക്കണ പോലെ അതാ. നമ്മുടെ ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ മനസ്സ് നിറയണം. ഭാര്യയെ കാണുമ്പോഴൊക്കെ ഒരു അലർജി, അള്ളാഹ് കാക്കട്ടെ. നിങ്ങൾ ആമീൻ പൊന്തലിലല്ല, അള്ളാഹു കാക്കട്ടെ. ഇതൊരു തമാശക്കൂടെ ആണെങ്കിലും കാര്യം പറയാൻ, യുവാക്കളെ സാഹചര്യം ഇപ്പോൾ അങ്ങനെയാണ്. ഞാനിപ്പോൾ ഇന്ന് വരുമ്പോൾ, ഞാൻ വരുന്ന വഴിയിൽ ഒരു മഹല്ലുണ്ട്. ആ മഹല്ലിൽ ഒരു ചെറുപ്പക്കാരനുമുണ്ട്. മനസ്സ് വല്ലാത്ത വേദന ഇത് പറയുമ്പോൾ. 4 കുട്ടികളുണ്ട്, 2 പെൺമക്കൾ കെട്ടിച്ചിട്ടുണ്ട്. അതിൽ 4 മക്കളിൽ 2 മക്കൾ കെട്ടിച്ചിട്ടുണ്ട്. അയാളൊരു പ്രവാസിയാണ്. എത്ര കൊല്ലമായി ഈ ഭാര്യ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. 2 കുട്ടികളെയും കെട്ടിച്ചു. എന്താണ് ആ ചെറുപ്പക്കാരൻ്റെ 4 മക്കളിൽ 2 പെൺകുട്ടികളെ കെട്ടിച്ച് അതിൽ 2 കുട്ടികൾക്കും മക്കളെ അല്ല കൊടുത്ത പേരക്കുട്ടികളൊരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ കരച്ചിൽ കണ്ടു. ചോദിച്ചപ്പോൾ മനുഷ്യൻ പറയുന്നത്, ഭാര്യ പറയണത്രേ, എന്നെ തലാക്ക് ചെല്ലണം, എന്നെ ഒഴിവാക്കി തരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവൾക്ക് വേണ്ടി ആയുസ് പ്രവാസ ലോകത്ത് പോയി കഷ്ടപ്പെട്ട ഈ മനുഷ്യൻ, പക്ഷേ അവളിപ്പോൾ വേറെ ഒരു ചെക്കനുമായി 4 മക്കളുള്ള ഒരു പെണ്ണ്, അതും പേരക്കുട്ടികളുള്ള ഒരു പെണ്ണ്, വേറെ ഒരുത്തനെ പ്രേമിച്ച് നടക്കുന്ന സ്വന്തം ഭർത്താവിനെ ഒഴിവാക്കി തരണമെന്ന് മുഖത്തു നോക്കി പറയുകയാണ്. ഇതാണ് കാലഘട്ടം. അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. നല്ലോണം ആമീൻ പറഞ്ഞ് നേരം പുറത്താ നമ്മോട് പറഞ്ഞാലേ റബ്ബ് കാക്കട്ടെ. സാഹചര്യം അങ്ങനെയാണ്. എവിടെയാണ് സഹോദരങ്ങളെ കോട്ടൂർ ഉസ്താദിനെ പോലെയുള്ള മഹാന്മാർ? അവരൊക്കെ പഴയ കാലത്ത് പറയുന്നത് ഉസ്താദുമാരെന്ന് കേട്ടിട്ടുണ്ട്. അസ്രാഈലിന്റെ വരവും പഴയ കാലത്തെ പറവിടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും എല്ലാം ഉണ്ടാ. അസ്രാഈലിന്റെ വരവും ഓട്ടോറിക്ഷയുടെ തിരിക്കലും എപ്പോഴാണെന്ന് പറയാൻ പറ്റൂല. ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ടെങ്കിൽ വെറുക്കരുത് കേട്ടാ, നമ്മൾ സഹോദരങ്ങളാണ്. എന്നാലും നിങ്ങൾ തിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് തിരിക്കണം. വല്ലാത്ത കടുപ്പാണ് നിങ്ങൾ തിരിക്കല്, വല്ലാത്ത കടുപ്പാണ് നിങ്ങൾ തിരിക്കല്. ശ്രദ്ധിച്ചാൽ പഴയ ഉസ്താദുമാർ പറയും. ഇപ്പോൾ ഉസ്താദിനെ പോലെയുള്ളവരൊക്കെ പറയുന്നത് അസ്രാഈലിന്റെ വരവും പെൺകുട്ടികളുടെ ചാടിപ്പോക്കും എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. നാളെ കല്യാണമാണ് പറഞ്ഞ ഉസ്താദുമാർക്കൊക്കെ അറിയും. സ്ഥലവും പറഞ്ഞ ഉമറാക്കളായ എങ്ങൾക്കും അറിയാം. നമ്മുടെ ജില്ലയിലുമാണ്, പുറത്തുള്ള കഥയൊന്നുമല്ല. പറഞ്ഞാൽ കൽബ് പൊട്ടിപ്പോകും. എന്താണ് ആ വാപ്പയുടെ കരച്ചിൽ? നമ്മൾ ഒരു മനുഷ്യനാണ് ഈ കരയുന്നത്. ഒരു വലിയ മനുഷ്യൻ കരയ കുട്ടികളെപ്പോലെ. വിഷയം എന്താ അറിയോ നിങ്ങൾ? ഞായറാഴ്ച ദിവസം കല്യാണം, ശനിയാഴ്ച തൊട്ട് മുമ്പത്തെ രാത്രി 8:30 മണിക്ക് പെൺകുട്ടി മറ്റൊരുത്തൻ്റെ കൂടി ചാടിപ്പോകുന്നു. നല്ല തഖ്വയുള്ള നല്ലൊരു ഹാജിയാണ്. എന്താ ചെയ്യുക? സാഹചര്യം. പക്ഷേ തഖ്വയുള്ള ഹാജിയാണെങ്കിലും കുട്ടികളെക്കുറിച്ച് നല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഉസ്താദും കരയേണ്ടി വരും, തങ്ങളും കരയേണ്ടി വരും, ഹാജിമാരും കരയേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ ഗതികേട്. ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. എല്ലാവരും കരയേണ്ട ഒരു ചുറ്റുപാടാണ് എന്നർത്ഥം. പല ആളുകൾ കരയുകയാണ്. കാരണം നാളെ കല്യാണമാണ് എങ്കിൽ ഇന്ന് രാത്രി ഈ പെൺകുട്ടി ചാടിപ്പോകുന്നു എന്ന് കേൾക്കുമ്പോൾ 10-30 പവൻ ഈ വാപ്പ അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ട് 2000-ഓളം ഹാജി എന്നോട് പറഞ്ഞതാ. ഞാൻ ആ കല്യാണത്തിന് പോയൊരു വ്യക്തിയാണ്. 2000-ഓളം ആളുകളെ കല്യാണത്തിന് ക്ഷണിച്ചിട്ട് ആ മനുഷ്യൻ രാത്രിയുള്ള ആ നെടുവീർപ്പിടുന്നൊരു ശൈലി. അപ്പം നാളെ നിക്കാഹ് ഉച്ചക്ക് ളുഹറിന് ശേഷം. അപ്പോൾ പള്ളിയിലെ ഉസ്താദ് തന്ത്രപരമായിട്ട് പെരുമാറി, ആചാര്യ നിങ്ങൾ വിഷമിക്കണ്ട, അത് ഞങ്ങൾ നാളെ പരിഹാരം കാണും. അപ്പം ഈ ഹാജി ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? നാളെ നിക്കാഹിന് കയ്യൊടുക്കുമ്പോൾ എന്താ ചെയ്യാം? ഇയാൾ ചിന്തിക്കുന്നത് കയ്യൊടുക്കുമ്പോഴേ പെണ്ണ് ചാടിപ്പോയല്ലോ, കൈ കൊടുക്കേണ്ട ഒരവസ്ഥ. നിങ്ങൾ മനസ്സിലാക്കണം. പരിഹാരം ഉസ്താദുമാർ കണ്ടു. വൈകുന്നേരമായപ്പോഴേക്കും ഈ മനുഷ്യൻ മരിക്കുകയാണ്.
അറ്റാക്ക് മരണമാണ് ഈ പെൺകുട്ടിയുടെ കാട്ടിക്കൂട്ടലുകൾ. തലേ ദിവസം ആളുകൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിലാണ് ചാടിപ്പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ട് കാണും, 18 വയസ്സ് തികയാൻ 2 ആഴ്ച മാത്രം ബാക്കിയുള്ളൂ. നമ്മുടെ ജില്ലയിൽ തന്നെയാണ് 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ആ 2 ആഴ്ചയുള്ള പെണ്ണ് ഉമ്മയുടെ മുഖത്ത് നോക്കി പറയാ, എന്നെ കെട്ടിച്ചു കൊടുക്കണം ഇന്ന വ്യക്തിക്ക്. മോളെ, 2 ആഴ്ച കഴിഞ്ഞ 18 വയസ്സ് തികയൂലേ? എന്നിട്ട് പോരെ, ഉമ്മാൻ്റെ മുഖത്ത് നോക്കി പറയാ ഞാൻ ചാടിപ്പോകും. എവിടെയാ ലോകം എത്തിയോ നോക്കി നിങ്ങൾ. ഉമ്മയുടെ മുഖത്ത് നോക്കി ഞാൻ ചാടിപ്പോകും എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ ഒന്ന് പേടിച്ചു. കാരണം ആ നാട്ടിൽ പല പെൺകുട്ടികളും ചാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഉമ്മയുടെ വേദന എത്രയായിരിക്കും? ബാപ്പ വൈകുന്നേരം വന്ന് ഉപ്പയോട് പറഞ്ഞു. അപ്പോൾ ഉപ്പ പറഞ്ഞു, എന്നാൽ പിന്നെ നമ്മൾ നീറിപ്പുകഞ്ഞ് ജീവിക്കണ്ടല്ല, നമുക്ക് പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കുക. ഈ 2 ഉസ്താദുമാരോടൊക്കെ ചർച്ച ചെയ്ത് കല്യാണം കഴിച്ചു കൊടുത്തു എന്ന്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പെണ്ണ് പറയാ, എനിക്കവനെ വേണ്ട. ഇത് കുട്ടിക്കളിയാണോ എന്ന്? ഇതെന്താണ് ഈ കേൾക്കുന്നത്? എനിക്കവനെ വേണ്ട. അപ്പോൾ ഉപ്പൊന്ന് ദേഷ്യം പിടിച്ചത്രേ. ദീനിൻ്റെ പടയാളികളായ ചെറുപ്പക്കാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, എനിക്കവനെ വേണ്ട എന്ന് ആ പെൺകുട്ടിയുടെ വാക്ക് കേട്ടപ്പോൾ എന്താണെങ്കിലും ആ പെൺകുട്ടിയെ 18 കൊല്ലത്തോളം പൊന്നുപോലെ വളർത്തിയ ആ പെൺകുട്ടിക്ക് ആദ്യമായി സ്വർണത്തിന്റെ മോതിരം വാങ്ങിക്കൊടുത്ത, മാത്രമല്ല കല്യാണത്തിനുള്ള എല്ലാ ചെലവുകളും 10-25 പവനുമൊക്കെ വാങ്ങിക്കൊടുത്ത് കല്യാണം കഴിച്ചു വിട്ട ഉപ്പ ആ മോളോടൊന്ന് ദേഷ്യം പിടിച്ചു. മോളോടൊന്ന് ദേഷ്യം പിടിച്ച്, നമ്മൾ പറയില്ലൊന്ന് ദേഷ്യം പിടിച്ചൊരു വാക്ക് പറഞ്ഞപ്പോഴേക്കും ഉടനെ ഈ പെൺകുട്ടി ഉമ്മ ഉപ്പ 2 ആളും ഇരിക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. പോലീസിനെ വിളിച്ചു. 18 വയസ്സ് തികയുന്നതിന് മുമ്പ് എന്നെ കെട്ടിച്ചു വിട്ടവരാണിവര്. ഈമാനുള്ള പിതാക്കളെ, ആ പാവങ്ങളിൽ നിന്ന് 20 കൊല്ലത്തെ തടവിലാണ്. ആ സാധുക്കളുടെ കണ്ണീര് കാണാൻ ഈ പെൺകുട്ടിയുണ്ടോ? സ്വന്തം ഉമ്മയും വാപ്പയും അവിടെ കരച്ചിൽ കാണാൻ ആരുണ്ട്? അവർക്കൊന്ന് മോചിക്കണം, അവർക്ക് രക്ഷപ്പെടണം. ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വന്നു. നാട്ടുകാർ സഹായിച്ചിട്ടുണ്ട്, ഇത്ര രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ മകൾക്ക് വല്ല കൃപയുണ്ടോ? വല്ല ശഫക്കത്തുമുണ്ടോ? ഇവിടെയാണ് മാതാപിതാക്കളെ നമ്മൾക്ക് നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഓർക്കേണ്ടതുണ്ട്. ഒരു ശഫക്കത്തോ കൃപയോ അവൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി വർഷങ്ങളോളം കഷ്ടപ്പെടുന്നത്, അധ്വാനിക്കുന്നത്, ത്യാഗം സഹിക്കുന്നത് നമ്മുടെ ഈ ഒരു ചാൺവാരിന് വേണ്ടി മാത്രമല്ല നമ്മൾ കഷ്ടപ്പെടുന്നത്, നമ്മുടെ ഈ മക്കൾക്ക് വേണ്ടിയാണ്. ആ ഒരു മിനിറ്റ് വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് മാതാപിതാക്കളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന ആ മനസ്സിലേക്ക് ഇന്ന് കുട്ടികൾ എത്തുകയാണ്. 20 ലക്ഷം മുടക്കിയിട്ട് സ്വന്തം മകനെ പഠിപ്പിച്ചു. വീണ്ടും അവൻ പറഞ്ഞു എത്രേ 10 ലക്ഷം അതും കൊടുത്തു. സ്വന്തം ഏകയുള്ളൊരു പറമ്പ് വിറ്റിട്ട് വീണ്ടും 10 ലക്ഷം കൊടുത്ത് 40 ലക്ഷത്തോളം കൊടുത്തിട്ട് ആ പ്രിയപ്പെട്ട ഹാജി മകനെ പഠിപ്പിച്ചു. അവൻ വീട്ടിലേക്ക് വരുന്ന ഒരു വേശ്യപ്പെണ്ണുമായിട്ടാണ്, ഒരു നിലക്കും കുഫ് വെക്കാത്തൊരു പെണ്ണ്. എന്താണ് ഹാജിമാരെ ജീവിതം? ഞാൻ 2 ചരിത്രം പറഞ്ഞാൽ, റസൂലുള്ള ബദരീങ്ങളുടെ സ്മരണ പുതുക്കിയ മജ്ലിസാണിത്. മഹളറ ചൊല്ലിയിട്ട് എന്നുള്ള മജ്ലിസാണിത്. അവിടുത്തെ പൊരുത്തത്തിലൂടെ അതും റസൂലുള്ളാഹിന്റെ മക്കളുടെ ദുആയും നസീഹത്തും കാത്തിരിക്കുന്നവരുമാണ് നമ്മൾ. ഞാൻ ബഹുമാനപ്പെട്ടവരിരുത്തി ബാപ്പുട്ടി ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാരെയും ഫൈസ് ഉസ്താദ് അടക്കം എൻ്റെ ജ്യേഷ്ഠന് തുല്യമുള്ള ഉസ്താദുമാരൊക്കെ ഇരുത്തിയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, എന്താണ് ഇന്ന് നമ്മുടെ സ്ഥിതിഗതികൾ? 2 ചരിത്രം പറഞ്ഞാൽ 2 മണിക്കൂർ തികക്കാൻ അറിയാത്തവനല്ല. 23 കൊല്ലോ 22 കൊല്ലം മുമ്പോ ഞാൻ ഈ മഹലിൽ വഅലിന് വന്നിട്ടുണ്ടെന്നുള്ളത് നാസുർ ഉസ്താദ് എന്നോട് പറഞ്ഞു, വാപ്പുട്ടി ഉസ്താദ് എന്നോട് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോ ഞാനിവിടെ എൻ്റെ പ്രായം ചെന്നവർ, ഉമ്മപെങ്ങന്മാരെല്ലാവരെയും കുട്ടികളൊക്കെ പരിഗണിച്ചുകൊണ്ട് ചില വാക്കുകൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കൃപയുടെ ഒരു ചെറിയ മനസ്സെങ്കിലും, ഒരു ഷഫക്കത്ത്, ഇതെൻ്റെ വാപ്പയാണല്ലോ, എൻ്റെ ഉപ്പാക്കെതിരെ ഞാൻ കേസ് കൊടുത്താൽ എൻ്റെ വാപ്പയുടെ കണ്ണീര് കാണാൻ ആരുണ്ട്? എൻ്റെ പൊന്നു ഉമ്മ പച്ച പാവമല്ലേ? ഇത് ചിന്തിക്കാൻ ഏതോ ഊരു ചുറ്റി നടക്കുന്ന ഒരു ചെക്കൻ്റെ, ഒരു ചെറിയിൽപ്പെട്ട പെൺകുട്ടിക്ക് സഹിക്കാൻ വയ്യ, മനസ്സ് വരുന്നില്ല എങ്കിൽ അതിലേറെ
വേദനാജനകമായ രംഗം. ഈമാനുള്ള നാട്ടുകാരെ, ഒരു പെൺകുട്ടി ഉമ്മയുടെ മാറിടത്തിലേക്ക് ചവിട്ടിയത് ഞാനൊരു വീഡിയോയിലൂടെ കണ്ടൊരു മുത്തഅല്ലിമ കാണിച്ചു തന്നു. അത് കണ്ടത് മുതൽ ഗ്രാമങ്ങളിലെ വഅലിന് പോകുമ്പോഴൊക്കെ പറയാറുമുണ്ട്, മനസ്സ് പൊട്ടിപ്പോകില്ലേ? ഒരു ഉമ്മയുടെ നെഞ്ചത്തേക്ക് ചവിട്ടുന്നത് 18 വയസ്സ് കഴിഞ്ഞൊരു പെൺകുട്ടിയാണ്. വിഷയമെന്താ? ചെറിയ പ്രശ്നമാണ്. ആ പെൺകുട്ടിയേ ഉള്ളൂ ആ ഉമ്മാക്ക്. ആ ഉമ്മ ആരാണെന്നും കൂടി ഓർക്കേണ്ടതുണ്ട്. ഈ പെൺകുട്ടിയെ പ്രസവിച്ചിട്ട് ഒരു വയസ്സോ അല്ലെങ്കിൽ 1.5 വയസ്സിനോ ഉള്ളിലായി ആ പ്രിയപ്പെട്ട ആ പെൺകുട്ടിയുടെ ഉപ്പ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ബാപ്പ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ പെൺകുട്ടി, ഈ ഉമ്മ മറ്റൊരു ഭർത്താവിന് വെടിപ്പെട്ടില്ല. ഈ പെൺകുട്ടി അനാഥയാകോ? ഞാൻ പറഞ്ഞ ആശയം തിരിയണ്ട. ഒന്ന് മോളി ഹബീബിങ്ങളെ, ഞാൻ പറഞ്ഞ ആശയങ്ങൾക്ക് തിരിയണ്ട. ഒരു പെൺകുട്ടിയെ ഒരു ഉമ്മ പ്രസവിച്ചിട്ട് ഉടനെ ആ പെൺകുട്ടിയുടെ വാപ്പ മരിച്ചു. എന്നിട്ട് ഈ പെൺകുട്ടിയുടെ ഉമ്മ നല്ല ഒരു യുവതി പെണ്ണാണല്ലോ. ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ, ആ ഉമ്മയെ കല്യാണം കഴിക്കാൻ ആളുകളുണ്ട്. പക്ഷേ ഉമ്മ പറയാണത്രേ, ഞാൻ വേറൊരാൾക്ക് വഴിപ്പെട്ട് അങ്ങനെ ജീവിച്ചാൽ ഈ മോളെ അവർക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ലല്ല. അതുകൊണ്ട് ഈ മോളെ ഓർത്തിട്ട് ഞാൻ വേറെ കല്യാണം കഴിക്കുന്നില്ല, ഞാൻ വേറൊരാൾക്ക് വഴിപ്പെടുന്നില്ല. എനിക്ക് വിധി ഉണ്ടെങ്കിൽ ആഖിറത്തിൽ സ്വർഗത്തിലൊരു പുതിയാപ്പള, അതെൻ്റെ ഈ പുതിയാപ്പള, മരണപ്പെട്ട പുതിയാപ്പള. ഇങ്ങനത്തെ ഒരു പെൺകുട്ടി, അങ്ങനെ ഈ പെൺകുട്ടിയെ വളർത്തി ഉമ്മ പൊന്നുപോലെ വളർത്തി. 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി, നിങ്ങൾ നോക്കണം, ആ പെൺകുട്ടി ഏതോ ഒരു ചെക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന കാഴ്ച കണ്ടു. ഈ ഉമ്മ ചെന്നു, മോളെ നിന്റെ ഉമ്മയാണ് വന്നിരിക്കുന്നത്. ഈ ഉമ്മാക്ക് ഈ മോളേ ഉള്ളൂ. ഈ ഉമ്മ ഈ മോളെ വിചാരിച്ചുകൊണ്ട് വേറെ ജീവിതം നോക്കിയതുമില്ല. മോളെ നിന്റെ ഉമ്മയാണ് വന്നിരിക്കുന്നത്. നീ നിന്റെ ഉമ്മയുടെ കൂടെ പോകുന്നില്ലേ? ഉടനെ തന്നെ ഈ പെൺകുട്ടി ഒരു കൃപയുമില്ലാത്ത വിധത്തിൽ പറഞ്ഞു, ഞാൻ എൻ്റെ കാമുകന്റെ കൂടെയാ പോകുന്നത്, ഞാൻ എൻ്റെ കാമുകന്റെ കൂടെയാ പോകുന്നത്. ഞാൻ പറഞ്ഞു വരും, നിങ്ങൾ ശ്രദ്ധ പോലെ ഈ വിഷയം എന്താ അറിയോ? ഒരു മനസ്സ് പൊട്ടിയ വിഷയമാണ്. അപ്പോൾ മോളെ നിന്റെ ഉമ്മയാണ് ഈ വന്നിരിക്കുന്നത്, നിന്റെ ഉമ്മയുടെ കൂടെ പോകുന്നില്ലേ ചോദിച്ചതും ഈ പെൺകുട്ടിയുടെ മറുപടി, ഞാൻ എൻ്റെ കാമുകന്റെ കൂടെയാ. ഉടനെ തന്നെ ഉമ്മ മോളെ എന്ന് വിളിച്ച് മകളുടെ കാൽക്കലേക്ക് വീണുന്ന കാഴ്ച കാണുന്നു ആ ഉമ്മ. കാരണം ആ ഉമ്മാക്ക് ഒന്നല്ലേ ഉള്ളൂ. ഈ ഉമ്മ വേറൊരു ഭർത്താവിന് വഴിപ്പെട്ടിട്ടില്ല ഈ മോള് കാരണം. മോളെ എന്ന് വിളിച്ചിട്ട് ആ മകളുടെ കാൽക്കലേക്ക് വീണു. എന്താണ് ഈ പെൺകുട്ടി ചെയ്യുന്നതറിയോ? ആ ഉമ്മയെ തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഉമ്മ ഈ പെൺകുട്ടിയുടെ 2 കാലും കൂട്ടിപ്പിടിച്ച് മുറുക്കി പിടിക്കുന്നു. ഉമ്മയുടെ കാല് ഈ പെൺകുട്ടിയുടെ ഉമ്മയുടെ തല ഈ പെൺകുട്ടിയുടെ 2 കാലിനിടയിലാണ്. പക്ഷെ ഉമ്മ വിടുന്നില്ല. അവസാനം ഈ പെൺകുട്ടി ചവിട്ടുന്നുണ്ട് ഉമ്മയെ. 2 കൊല്ലത്തോളം ആ പെൺകുട്ടിക്ക് മുല കൊടുത്ത ഈ പൊന്നുമ്മയുടെ മാറിടത്തിലേക്ക് ചവിട്ടിയിട്ടും ഈ ഉമ്മ വിട്ടില്ല. അവസാനം എൻ്റെ ശബ്ദം കേൾക്കുന്ന മക്കളോട്, എൻ്റെ ശബ്ദം കേൾക്കുന്ന പെൺകുട്ടികളോട്, ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദടക്കമുള്ളവർ ഇരുത്തിയിട്ട് ഞാൻ പറയുന്നു, മോളെ എന്താണ് ഈ കാട്ടിക്കൂട്ടലുകൾ? ഈ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടിയപ്പോ ഉമ്മ സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ടെങ്കിലും വിട്ടില്ല. അവസാനം ഉമ്മയുടെ മുഖത്ത് ചവിട്ടി. ഉമ്മയുടെ മുഖത്തങ്ങ് ചവിട്ടിയപ്പോ ആ ഉമ്മ വേദന കൊണ്ട് കൈവിട്ടുപോയി. ആ പെൺകുട്ടി ഇറങ്ങിപ്പോകുമ്പോൾ നോക്കണം എൻ്റെ ചെറുപ്പക്കാരെ, ഈ ഉമ്മ എഴുന്നേറ്റിട്ട് പിന്നിൽ ഓടുന്നുണ്ട്. മോളെ മോളെ എന്ന് വിളിച്ചിട്ട് ഈ ഉമ്മ ഓടുന്നത് കാഴ്ച കാണണം. ഞാൻ എൻ്റെ പെൺകുട്ടികളോട് പറയുന്നു, മോളെ 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി, 5 മിനിറ്റ് സുഖത്തിന് വേണ്ടി നിന്റെ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടി ഏതെങ്കിലും ഒരു ചെക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ അവൻ വഞ്ചകനാണ്, അവൻ ചതിയനാണ്. മോളെ അവന് നീ മാത്രമായിരിക്കില്ല, അവൻ ചതിയനാണെന്ന് ഓർക്കണം.
എൻ്റെ കുട്ടികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മോളെ, അവന് നിന്നെ പോലത്തെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവും. നിന്റേത് കഴിഞ്ഞാൽ അവൻ വേറെ പെൺകുട്ടികളുമായി ജീവിക്കും. അതാണ് ഊരി ചുറ്റി നടക്കുന്നവരുടെ ശൈലി. അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മോളെ, ആ 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി നിന്റെ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടിയിട്ട് ഏതെങ്കിലും ഒരു ചെക്കൻ്റെ കൂടെ നീ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ, മോളെ, അവൻ്റേത് കഴിഞ്ഞാൽ അവൻ നിന്നെ വലിച്ചെറിയും ചവറ്റുകൊട്ടയിലേക്ക്. ആർക്കും വേണ്ടാത്ത ചണ്ടിയായി, ആർക്കും വേണ്ടാത്ത ചപ്പ് ചവറായി നീ റോഡരികിലോ മറ്റോ കിടക്കുമ്പോൾ, മോളെ, ആരാണ് നിന്നെ നോക്കാൻ വരുന്നത്? നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും വരോ? കുടുംബത്തിന് നാശമാണ് നീ, നാട്ടുകാർക്ക് ശാപമാണ് നീ. പക്ഷേ ആര് നിന്റെ അരികിലേക്ക് വന്നില്ലെങ്കിലും ആകാശത്തിന്റെ ചുവട്ടിൽ അല്ലാഹു പടച്ച പടപ്പുകളിൽ ഒരു ജീവി നിന്നെ കാണാൻ വരും. ആ ജീവി നിന്റെ അരികിൽ വന്നിട്ട് മോളെ എന്ന് വിളിക്കും, നിന്നെ അടച്ചുകൂട്ടും. നീ ഒരു വ്യഭിചാരി പെണ്ണാണ്, ഒരു വേശ്യപ്പെണ്ണാണ് എന്നൊക്കെ അറിഞ്ഞാലും ആ ജീവി വന്നിട്ട് മോളെ എന്ന് വിളിക്കും, നിന്നെ അടച്ചുകൂട്ടും. വീട്ടിൽ കൊണ്ടുപോയി വയറ് നിറയെ ഭക്ഷിപ്പിക്കും. നീ ആർത്തിയോടെ കടിക്കുമ്പോൾ, മോളെ കടിക്കെന്ന് പറഞ്ഞ് വീണ്ടും നിന്നെ കടിപ്പിക്കും. ആരാണെന്നറിയോ? മോളെ, നിന്റെ ഉമ്മയാണ് വന്നിരിക്കുന്നത്. നീ ഉമ്മയുടെ കൂടെ പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ എൻ്റെ കാമുകന്റെ കൂടെയാ പോകുന്നതെന്ന് പറഞ്ഞ് നീ ഇറങ്ങിപ്പോയപ്പോൾ, മോളെ, നിന്റെ 2 കാല് പിടിച്ചല്ലേ ഉമ്മ? ആ ഉമ്മയുടെ മാറിടത്തിൽ നീ ചവിട്ടിയില്ലേ? ആ ഉമ്മയുടെ മുഖത്ത് നീ ചവിട്ടിയില്ലേ? മോളെ, ആ ഉമ്മയാണ്. ആര് നിന്നെ മറന്നാലും, നിന്നെ ഒഴിവാക്കിയാലും, മോളെ, ഉമ്മാക്ക് നിന്നെ മറക്കാൻ പറ്റില്ല, ഉമ്മാക്ക് നിന്നെ കൈയൊടിക്കാൻ കഴിയില്ല. കാരണം ഈ വഅദ് പറയുന്നവൻ മുമ്പ് ഇവിടെ വഅദിന് വരുമ്പോൾ എൻ്റെ ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പുണ്ട് എന്ന് 2 പേരും പള്ളിപ്പറമ്പിലാണ്. അല്ലാഹു നമ്മുടെ മാതാപിതാക്കളുടെ ഖബറുകളൊക്കെ സ്വർഗ്ഗത്തോപ്പാക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മോളെ, ആര് നമ്മ വലിച്ചെറിഞ്ഞാലും പെറ്റ ഉമ്മാക്ക് നമ്മ കൈയൊഴിക്കാൻ കഴിയില്ല. കാരണം ഈ വഅദ് പറയുന്നവന്റെ നെഞ്ചത്തുള്ള മാറിടത്തിലുള്ള എല്ലുകളെങ്ങാനും മൂർച്ചയുള്ള കത്തി കൊണ്ടുവന്ന് കൊത്തിമുറിക്കുന്നുവെങ്കിൽ, എൻ്റെ പെൺമക്കളെ, എൻ്റെ അവസ്ഥ എന്തായിരിക്കും? എൻ്റെ വേദന, ഈ പ്രസംഗിക്കുന്നവന്റെ വേദന എത്രയായിരിക്കും? അതിനേക്കാളും വലിയ വേദന നമ്മുടെ ഉമ്മ നമ്മ പ്രസവിക്കുമ്പോൾ സഹിച്ചിട്ടുണ്ട്. പാവമാണ് നമ്മുടെ ഉമ്മ, സാധുവാണ് നമ്മുടെ ഉമ്മ. നമ്മുടെ ശരീരത്തിലുള്ള നരമ്പുകൾ ജീവനുണ്ടായിരിക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നുവെങ്കിൽ, ആ നരമ്പ് വലിച്ചെടുക്കുന്ന ഘട്ടത്തിലുള്ള വേദന, അതിനേക്കാളും വലിയ വേദന മോളെ നമ്മുടെ ഉമ്മ നമ്മ പ്രസവിക്കുന്ന സമയത്ത് സഹിച്ചിട്ടുണ്ട്. ഏതോ ഊരു ചുറ്റി നടക്കുന്ന ചതിയനും വഞ്ചകനുമായ ഒരു ചെക്കന് വേണ്ടിയിട്ട് പെറ്റ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടി, പെറ്റ ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് സ്വന്തം ബാപ്പയെ നാണം കെടുത്തി വഷളാക്കിക്കൊണ്ട് സ്വന്തം ഉപ്പാക്ക് പള്ളിയിലേക്ക് പോലും പോകൽ പറ്റാത്ത വിധത്തിൽ മാനം കെടുത്തിയിട്ട് ഏതെങ്കിലും ഒരു ചെക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ, മക്കളെ, അനുഭവിച്ചിട്ട് നിങ്ങൾ മരിക്കൂ, അനുഭവിച്ചിട്ടേ മരിക്കൂ. അല്ലാഹു അക്റമുൽ അക്റമീൻ. പടച്ച റബ്ബല്ലേ വരുത്. മോളെ, റബ്ബിനെ കൊണ്ട് കളിക്കരുത്, മാതാപിതാക്കളെ കൊണ്ട് കളിക്കരുത്. ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത്, എവിടെയാണ് സഹോദരങ്ങളെ സമാധാനമുള്ളത്? പെറ്റ ഉമ്മയെ മാറിടത്തിൽ ചവിട്ടിക്കൊണ്ട് ഏതോ ഒരു ചെക്കന് വേണ്ടിയിട്ട്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവളെ അവൻ വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ്. ഇതല്ലേ ലോകത്ത് നടക്കുന്നത്? വല്ലാതെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. 10,000-കണക്കിൽ ലക്ഷക്കണക്കായ പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും ഹാജിമാരുടെയും പാദസ്പർശം കൊണ്ട് അലങ്കരിക്കപ്പെട്ട മണ്ണാണ് നമ്മുടെ നാട്. ആ നാട്ടിലും ഇന്ന് ചാടിപ്പോക്കുകൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് സഹോദരങ്ങളെ സമാധാനമുള്ളത്? എവിടെയാണ് സന്തോഷമുള്ളത്? ഞാൻ അതിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിച്ചത്. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിലൊക്കെ ബറക്കത്ത് നൽകുമാറാവട്ടെ, നമ്മുടെ ജീവിതത്തിലൊക്കെ അല്ലാഹു സന്തോഷം നൽകുമാറാവട്ടെ. പറയാനൊക്കെ എളുപ്പമുണ്ട്. ഈ പ്രസംഗിക്കുന്നവനക്ക് മക്കളുണ്ട്. എൻ്റെ മക്കളിലെങ്ങാനും ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ എനിക്ക് വഅദ് പറയൽ എവിടെ നിൽക്കട്ടെ, എൻ്റെ ജീവിതം തുലയൂലേ? എന്തായിരിക്കും സ്ഥിതിഗതികളൊക്കെ? ഇതാണ് യാഥാർത്ഥ്യം. ഇതൊരു വിഷയമാണ്.
പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൽ വഅജല്ലുഹുന്ന ജബത്തുൽ ഔലാദി. അല്ലാഹു തആല ഒരു മനുഷ്യന് പണ്ഡിതനാവട്ടെ, ആലിമാവട്ടെ, അതല്ല എങ്കിൽ ഒരു സാധാരണക്കാരനാണോ, കഅബാലയത്തിന്റെ കല്ല് പിടിക്കാൻ അവസരം ലഭിച്ച ഹാജിയോ ഹജ്ജുമ്മമാരോ ആരാണ് എങ്കിലും എൻ്റെ പെങ്ങളെ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട നിഅമത്ത് നമ്മുടെ മക്കളാണ്. മക്കളെ കൊണ്ടൊരു കൺകുളിർമ, മക്കളെ കൊണ്ട് ഖുർറത്തുൽ ഐൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് വല്ലാത്ത ഒരു സമയമാണ്. ഈ വിഷയത്തിലാണ് ഇപ്പോ പല മാതാപിതാക്കളും കരയുന്നത്. യാ റബ്ബനാ ഖുദ് ലനാ ബിഹഖ്നാ ഫഇന്നഹു മാ അല്ലമനാ മാ നജ്ഗലു. പടച്ചവരെ, നീ എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യമായി വലിച്ചെറിയേണ്ടത് തണ്ടുപോലെ നിൽക്കുന്ന വാപ്പയെയാണ്, ഉമ്മയെയാണ്. യഖൂലൂൻ യാ റബ്ബനാ ഖുദ് ലനാ ബിഹഖ്നാ. എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയല്ല അല്ലാഹ്, അതിനു മുമ്പ് ആദ്യമായി വലിച്ചെറിയേണ്ടത് എൻ്റെ മാതാപിതാക്കളെയാണ്. യഖൂലൂന യാ റബ്ബനാ ഖുദ് ലനാ ബിഹഖ്നാ. ഞങ്ങളെ പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിച്ചില്ല, ഞങ്ങൾക്ക് വയംനഉഹുൽ മൻഹിയ അൻഹു. ഞങ്ങളെ തടയേണ്ട വിഷയത്തിൽ തടയേണ്ട സമയത്ത് തടയേണ്ടതുപോലെ ഞങ്ങളെ തടഞ്ഞതുമില്ല. ഉപ്പാക്ക് സമയം കിട്ടിയില്ല, ഉമ്മാക്ക് ഞങ്ങളെക്കുറിച്ച് ഓർക്കാൻ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ഇന്ന അവ്വലമായ തഅല്ലഖു ബിർറജുലി, ഒരു മനുഷ്യൻ, അത് മുസ്ലിയാരാണെങ്കിലും ഹാജിയാരാണെങ്കിലും ഏറ്റവും കൂടുതൽ കരയേണ്ടി വരുന്ന മനുഷ്യനാരാണ്? ഭാര്യ മക്കളുടെ വാക്ക് കേട്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് വാവിട്ട് കരയുന്ന ഉമ്മയും വാപ്പയുമാണ്. അല്ലാഹു തആല നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. 25 കൊല്ലം മുമ്പ് നമ്മുടെ തലക്കടത്തൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ഏത് ബസ്സിലാണ് ടെലിവിഷൻ ഉണ്ടായിരുന്നത്? 25 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 30 കൊല്ലം മുമ്പ് അല്ല, 25 കൊല്ലം മുമ്പ് തന്നെയാണ്. ആരുടെ കയ്യിലാണ് മൊബൈൽ ഉണ്ടായിരുന്നത്? ആരുടെ കയ്യിൽ ഉള്ള മൊബൈൽ തന്നെ അത് ഏത് രൂപത്തിലായിരുന്നു തുടക്കത്തിൽ? നിങ്ങൾക്ക് ഓർമ്മല്ലേ? പക്ഷെ ഇന്ന് നമ്മുടെ മക്കൾ പാവങ്ങളാണ്. കുട്ടികളെ ശപിക്കരുത്. മോൻ മോശാണ്, തങ്ങളെ ഉസ്താദിനോട് തങ്ങളപ്പ ദ്വാരക്കുണ്ട് മക്കളൊക്കെ മോശാന്ന് പറയരുത്. മാതാപിതാക്കളോട് അങ്ങനെ പറയരുത്. നമ്മുടെ കുട്ടികളാണ് നമ്മുടെ സമ്പാദ്യം. നമ്മുടെ വീടും പറമ്പൊന്നല്ല, നമ്മുടെ സമ്പാദ്യം നമ്മുടെ മക്കളാണ്. ആ മക്കള് മോശാണെന്ന് പറയരുത്. ഞാൻ പറയുന്നത് 25 കൊല്ലം മുമ്പ് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ ഈ കയ്യിലുള്ള മൊബൈൽ നന്നാവൽ വിചാരിച്ചാലോ എല്ലാ ദിക്റുകളും സ്വലാത്തുകളും ഏത് സൂറത്തുകളും ഓതണോ അതെല്ലാം കൃത്യസമയത്ത് അത് നോക്കി ഓതാം. അൽഹംദുലില്ലാഹ്. ബെടക്കാകണോ 2 മിനിറ്റ് മതി, അതിലപ്പുറവും അതിനുണ്ട്. പക്ഷേ പഴയ കാലത്ത്, നമ്മുടെ കുട്ടിക്കാലത്തുണ്ടോ? നമ്മുടെ കുട്ടിക്കാലത്ത് ഏത് ബസ്സിലാ കണ്ണടച്ചിരിക്കേണ്ട ഗതികേടോ, ചെവിട് പൊത്തിരിക്കേണ്ട ഗതികേടോ, അങ്ങനെ വല്ലതുണ്ടോന്ന്? ഇന്ന് നമ്മുടെ മക്കളെ എന്ത് ചെയ്യും? കുട്ടികൾ ശപിക്കരുത്. പക്ഷേ യാ റബ്ബനാ ഖുദ് ലനാ ബിഹഖ്നാ ഫഇന്നഹു മാ അല്ലമനാ മാ നജ്ഹലു. പടച്ചവരെ, പഠിപ്പിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട സമയത്ത് ഞങ്ങൾ ശ്രദ്ധിക്കാത്ത വാപ്പയായിരുന്നു. ഇത് പറയും നമ്മുടെ മക്കൾ. അതുകൊണ്ടാണ് മാതാപിതാക്കളോട് ദീൻ പഠിപ്പിച്ചത്. യംബഗി അൻ യുഅല്ലിമ അഹ്ലഹു മാ യഹ്താജു ഇലൈഹി ഫിദ്ദീൻ മിൻ അഹ്കാമി ത്വഹാറ വൽ ഹൈളി വൻ നിഫാസി വയുഅല്ലിമുഹും വയംനഉഹുൽ മൻഹിയ അൻഹു. ഫുഖഹാക്കൾ, പണ്ഡിത ലോകം എഴുതി വെച്ചില്ലേ, യംബഗി അൻ യുഅല്ലിമ അഹ്ലഹു, അത്യാവശ്യമാണ്, നിർബന്ധമാണ്. യംബഗി അൻ യുഅല്ലിമ അഹ്ലഹു, ഭാര്യ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമാണ്, മാതാപിതാക്കൾക്ക് നിർബന്ധമാണ്. എന്താ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ദീനിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. തടയേണ്ടുന്ന കാര്യങ്ങളൊക്കെ തടയും വേണം. മോളെ അരുത്, മോനെ അരുത്.
അത് ആ നല്ല രൂപത്തിൽ, നല്ല സ്വഭാവത്തിലും നമ്മുടെ ആ ശൈലി ഉണ്ടല്ല, ഒരു നല്ല രൂപത്തിൽ അങ്ങനെ ഉണ്ടല്ലോ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞാളി, അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഞാൻ ഒന്ന് നീട്ടൂലട്ടാ, തങ്ങളാപ്പോടെ ഇരിക്കോട് നീട്ടൂല. ഞാൻ ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം പറയുള്ളൂ. അള്ളാഹു തആല ബഹുമാനപ്പെട്ടവർക്ക് ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. ഞാൻ പറയുന്നത് മക്കളോട് നല്ല ആ ഒരു ശൈലി. ഇന്നൊക്കെ ചില മക്കള് ചില ഉപ്പാരെ കണ്ട അടുക്കളയിലേക്ക് ഓടും. നമ്മുടെ ഈ നാട്ടിലൊന്നും ഇല്ല കേട്ടാ, നമ്മളങ്ങനെ പറയും, ഇവിടെ ഒന്നുമില്ല. ചില ഉപ്പാരെ കണ്ട മക്കൾ അടുക്കളയിലേക്ക് ഓടും. അപ്പം ഉമ്മ ചോദിക്കും, എന്താ മക്കളെ അവിടെ വാപ്പ വന്നിട്ടുണ്ട് അറിയും. വാപ്പ വയനാട്ടിലൊക്കെ പുലി ഇറങ്ങിയിട്ടുണ്ട്, ഗൂഡല്ലൂർ ആനിറങ്ങിയ പോലെ ആനിറങ്ങിയിട്ടുണ്ട് എന്ന പോലെ മക്കൾ ഉമ്മാനോടൊരു വാപ്പ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ. എന്തേ വാപ്പാനെ കാണുമ്പോൾ മക്കൾ ഓടുക. ഇത് വല്ലാത്തൊരു ഗതികേടെന്ന്, വല്ലാത്തൊരു ശൈലി. ആ കനത്തിലിങ്ങനെ മക്കളോട്, ഒന്ന് രണ്ട് കുട്ടികളോട് അത് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് എൻ്റെ വിഷമാകുമോ? ചില മുഖമൊക്കെ കണ്ട എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ചിരിക്കാത്തവരുണ്ട് മക്കളോട്. ചില മക്കൾ പറഞ്ഞ വാക്കുകളുണ്ട്, വാപ്പേ ഒന്ന് ചിരിക്കുന്ന കാണാൻ, അതെ ഒന്ന് ചിരിച്ച് കിട്ടാൻ കൊതിക്കാൻ വേണ്ടി ദ്വാരിപ്പിക്കുക മക്കളുണ്ട്. ഇവിടെട്ടണ്ട അജരെ, ഇവിടെട്ടണ്ട വാപ്പൊന്ന് ചിരിച്ച് കിട്ടിയെങ്കിൽ മക്കളോട് അതിന് ദ്വാരിപ്പിക്കുക. ഉസ്താദന്മാരെ കൊണ്ട്, സാദാത്തുക്കളെ കൊണ്ട്. തങ്ങളാപ്പേറ്റ് അനുഭവിച്ചുകൊണ്ടോ അള്ളാഹു ആലം. തങ്ങളാപ്പോടായിട്ട് അങ്ങനെ അറിയുമ്പോൾ അങ്ങനെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഈ ബാധിന് പോകണോണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കുടുംബവാദി ഞാൻ കുറച്ച് കടുപ്പത്ത് പറയാറുണ്ട്. അപ്പോൾ വല്ലാതെ ആളുകൾ ഇങ്ങനെ പറയും ചെയ്യും. ഇപ്പം ഇന്ന് ഞാൻ ഇവിടെ ബാധിന് വരുമ്പോഴും എൻ്റെ മൊബൈൽ തുറന്നൊക്കെ കുറേ അത് കേൾപ്പിക്കാൻ മോശമല്ലേ. വാട്സപ്പിൽ കുറേ വോയിസ് വന്നിട്ടുണ്ട്. കുറേ ചെറുപ്പക്കാർ കുട്ടികൾ ഉസ്താദെ അത് പറയണം ഇത് പറയണം. ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ ഇപ്പോൾ വാഴ പറയാൻ വേറെ ഒരുക്കത്തിൽ വന്നതാണ്. ഞാൻ വേറെ രൂപത്തിൽ കുറേ പക്ഷേ എന്താ ചെയ്യുക ഒരു നാട്ടിൽ. അപ്പോൾ ഇവിടെ കുറേ വോയിസുകൾ എന്നോട് വിളിക്കും ചെയ്തു, എന്നോട് ഫോൺ വിളിച്ചിട്ട്. അപ്പം അവിടെ മനസ്സാണല്ലോ ചിലത് പറയണ്ടേന്ന്, ആ ഒരു നിയ്യത്തും കൂടെ വെച്ച് ഞാൻ പറയാം. ചില ആളുകളൊക്കെ ഭാര്യയുടെ മുഖത്തോക്കി പുഞ്ചിരിട്ട് കുറേ കാലങ്ങളായിട്ടുണ്ടോയെന്നൊരു തോന്നല്. എന്താ നിങ്ങളൊക്കെ ആല് ഭാര്യമാരുടെ മുഖത്തെ സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ നമ്മുടെ മാനവ സഞ്ചാരമോ അതൊരു വല്ലാത്ത സഞ്ചാരമായിരുന്നു. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അതൊരു വല്ലാത്ത യാത്രയായിരുന്നു. എവിടെ ഒരു വല്ലാത്ത അനുഗ്രഹമായിരുന്നു. എവിടെ അതൊരു ഒരു മാറ്റത്തിൻ്റെ യാത്രയായിരുന്നു. വല്ലാത്തൊരു യാത്രയായിരുന്നു. അത് നിങ്ങൾക്ക് ആസ്വദിച്ചവരാണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് എത്ര ആളുകൾ ഓരോ വിഷയങ്ങൾ സ്ത്രീകൾക്ക് പറയാനുള്ളത് ബന്ധപ്പെട്ടവരോട് മഹാന്മാരോടൊക്കെ പറയുന്നത്. ഒന്ന് ചില ആളുകളൊക്കെ പൊന്നാര ഉസ്താദെ ഭർത്താവ് ഒന്ന് ചിരിച്ചിട്ടെങ്കിൽ ചിരിച്ചെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചിക്കണം. ഉസ്താമാരും ചിരിക്കാത്തവരൊക്കെ ഉണ്ട് ഇപ്പോൾ. അത് വേണം പറയാം. ചെറുപ്പക്കാരും ആളുകൾ നല്ല പറയണം. അപ്പോൾ ചിരിക്കാത്ത ഭാര്യമാരോട് ചിരിക്കാത്തത്ര മനുഷ്യന്മാരുണ്ടറിയാം. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. നിങ്ങളൊന്ന് ആമീൻ പറഞ്ഞാൽ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടി പൊടുത്തല്ല. ചില മുഖത്തൊക്കെ നോക്കുമ്പോൾ അടുത്ത കാലത്തൊന്നും ചിരിക്കാത്തവരുണ്ടോ എന്ന് തോന്നുക. എന്ത് നല്ല മനുഷ്യന്മാരറിയോ. ഒരു കമ്മിറ്റി കൂടുകയാണെങ്കിൽ, പള്ളിയിൽ വരികയാണെങ്കിലും 4 ആളുകളോട് സംസാരിക്കണം. എന്തോരു നല്ല സ്വഭാവം അറിയോ. വീട്ടിൽ ചെന്ന നരി മോഡൽ, പരീരം കത്തിക്കഴിഞ്ഞാൽ പുലി മോഡൽ, നരി മോഡൽ. മിഅ്റാജ് കഴിഞ്ഞു, ബറാത്ത് കഴിഞ്ഞു, ചെറിയ പെരുന്നാളും കഴിഞ്ഞു, ബലിപെരുന്നാളും കഴിഞ്ഞു, റബീഉൽ അവ്വലും കഴിഞ്ഞു. എന്നിട്ടും എൻ്റെ മുഖത്ത് നോക്കിയിട്ടില്ല ഉസ്താദെ എന്ന് പറയുന്ന സ്ത്രീകളുണ്ട്. ഇത് വെറുതെ പറയല്ല, ഒരു വെറും വാക്കാണ് നിങ്ങൾ വിചാരിക്കരുത്. ചിലതൊക്കെ അതിങ്ങനെ കേൾപ്പിക്കുന്നു മറ്റൊക്കെ ഒരു മോശമല്ലേ. വെറും വാക്കാണ് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ പറഞ്ഞ ആശയം തിരിഞ്ഞ ചെറിയ പെരുന്നാളും ബലിപെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഭാര്യയുടെ മുഖത്തോക്ക് ചിരിക്കാത്ത മനുഷ്യന്മാർ പ്രഭാത സമയത്ത് എഴുന്നേറ്റിട്ട് ഭാര്യ മക്കളോടൊക്കെ ഒന്ന് പുഞ്ചിരിച്ചാൽ കിട്ടുന്ന കൂരി പൊന്നാരാ ബീബേ. എന്തൊരു നല്ല റാഹത്തുള്ളത്. നമ്മളാകെ സുഖമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയാം. കനത്തിലല്ലാതെ നടക്കൂല. അള്ളാഹു കാക്കട്ടെ. നിങ്ങളൊന്ന് പറഞ്ഞോളി ആമീൻ. അള്ളാഹു കാക്കട്ടെ. ഇത് മോശമായിട്ടായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്. 2 ചരിത്രത്തേക്ക് പോകണം. ഞാൻ പോണെങ്കിൽ ആ ചരിത്രം പറഞ്ഞ് ഞാൻ നിർത്തിക്കോളാം. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, രക്ഷിതാക്കൾ സൂക്ഷിച്ചോ, ഞങ്ങളെ ഇൽമു പഠിപ്പിച്ചോ. ഞങ്ങളെ ഇൽമു പഠിപ്പിച്ചില്ലെങ്കിൽ നാളെ മഹ്ശറ വൻസഭയിൽ കേടായി ഞങ്ങൾ സാക്ഷി നിൽക്കും.
രക്ഷിതാക്കൾ സൂക്ഷിച്ചോ, ഞങ്ങളെ ഇൽമു പഠിപ്പിച്ചോ. ഞങ്ങളെ ഇൽമു പഠിപ്പിച്ചില്ലെങ്കിൽ നാളെ മഹ്ശറ വൻസഭയിൽ കേടായി ഞങ്ങൾ സാക്ഷി നിൽക്കും. പഴയ മുദ്രാവാക്യാണ്. അജയരെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ആ മുദ്രാവാക്യം? ഒന്ന് മൂളിത്തരാജ, ഒരാളെങ്കിലും കൂടിത്തരുന്നു, ഒന്ന് കൂടിത്തരാജരെ. ഞങ്ങളൊക്കെ മദ്രസിൽ പഠിക്കുന്ന കാലത്ത് കേട്ടിരുന്ന മുദ്രാവാക്യ, അത് മറക്കൂലല്ലോ. അത് വല്ലാത്ത മുദ്രാവാക്യാണ്. രക്ഷിതാക്കൾ സൂക്ഷിച്ചോ, ഞങ്ങളെ ഇൽമു പഠിപ്പിച്ചോ. കുട്ടികളുടെ മുദ്രാവാക്യങ്ങളാണ്. ആശയം മക്കളൊക്കെ ഉണ്ട്. എന്നിട്ട് ഉസ്താദുമാരോടും തങ്ങളുസ്താദിനോടൊക്കെ പോയിട്ട് ദ്വാരിക്ക മാത്രം പറഞ്ഞാൽ പോരല്ലോ, കുറച്ച് നമ്മൾ ശ്രദ്ധിക്കും വേണം. നമ്മുടെ കുട്ടികൾ വേദനാജനകമായ രംഗമാണ്. യുവാക്കളെ, ദീനിൻ്റെ പടയാളികളായ അനുജന്മാരെ, തമാശകളൊക്കെ നിങ്ങൾ മാറ്റിവെക്കുക. ഞാൻ തമാശ ഇടയ്ക്ക് പറയുന്നു ഉണർത്താൻ വേണ്ടിയാണ്. പക്ഷേ എവിടെയാണ്, ആരുടെ മനസ്സൊക്കെയാണ് പൊട്ടുന്നത്? ക്ലോസറ്റ് രൂപത്തിലുള്ള പാത്രത്തിൽ ചോറ് കടിക്കുന്ന നല്ല നല്ല ഹാജിമാരുടെ മക്കളായ പുതിയാപ്പിളയും പുതുപ്പെണ്ണും ക്ലോസറ്റ് രൂപത്തിലുള്ള പാത്രത്തിൽ. കേട്ടിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും? ഒന്ന് മൂളിത്തരണം കേട്ടാ. ക്ലോസറ്റ് രൂപത്തിലെ പാത്രത്തിൽ ചോറ് കടിക്കുക, മയ്യത്ത് കട്ടിൽ പുതിയാപ്പിള പോകുന്ന കാഴ്ച, JCBയിൽ പുതിയാപ്പിളയും പുതുപ്പെണ്ണും ഇരിക്കുന്ന കാഴ്ച. അതിലേറെ വിഷമകരമായ രംഗം 2 കൊല്ലം മുമ്പ് വൈരത്തൂർ പ്രദേശത്ത് ഉപ്പാപ്പയുടെ അരികിൽ വന്ന് പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. വൈരത്തൂർ ഉപ്പാപ്പയുടെ ചാരത്ത് വന്ന് പ്രസംഗിക്കുമ്പോ പുതിയാപ്പയുടെ തലയിലേക്ക് അല്ലാഹു തആല ലോകത്ത് പടച്ച പടപ്പുകളിൽ വൃത്തികെട്ടൊരു ജീവി, വൃത്തികെട്ടൊരു ജീവിതം, ചീട്ട കൂട്ടുകെട്ടുമായി ജീവിക്കുന്നവരാണ്. അടക്കമുള്ള അഭിവന്ദരായ ഉസ്താദുമാരിരുത്തി ഞാൻ എൻ്റെ ജ്യേഷ്ഠാനുജന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു, മഹാന്മാർ എഴുതി വെച്ചതാണ്. എന്നാൽ ചളിവെള്ളം പുതിയാപ്പിടെ തലയിലേക്ക് കൊടുക്കുക കൂട്ടുബന്ധമാണത്രേ. പുതിയാപ്പിട കൂടെ പോകുന്ന കൂട്ടുകാർ, കുട്ടികൾ, പുതിയാപ്പിട തല. ഏതാണ് ഈ പുതിയാപ്പിട? നല്ല നല്ല ഹാജിമാരുടെ മക്കളാണ്, തറവാട്ടുകാരുടെ മക്കളാണ്, തറവാട്ടുകാരാണ്, പ്രമാണിമാരാണ്, പ്രൗഢിയുള്ളവരാണ്. പക്ഷേ അവരുടെ മക്കളാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. ആരോട് പറയും? എന്തു ചെയ്യും? വിഷമകരമായ അവസ്ഥ. ഓ പിതാക്കളെ, ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളെ, ഇപ്പോൾ അതേ വൈരത്തൂർ പ്രദേശത്ത് വന്നിട്ട് ഉപ്പാപ്പയുടെ അരികിൽ, ഈ അടുത്ത് ഉപ്പാപ്പയുടെ അരികിൽ വന്നപ്പോ ഞാനിവിടെ പറഞ്ഞുപോയി, ഓർമ്മയുണ്ട്. അവിടെ പ്രസംഗിച്ചു. എന്താണെന്നറിയോ? ഒരു പാട്ടയിൽ മൂത്രമടിക്കുന്നു കൂട്ടുകാർ, എന്നിട്ട് പുതിയാപ്പയുടെ തലയിലേക്ക് കൊടുക്കുക. ഇതാരാണ്? ഈ ഉമ്മത്തിലെ കുന്തും ഖൈറ ഉമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഉമ്മത്തിലെ കുട്ടികളാണ്. എവിടെയാണ് ഉമറാക്കളെ? ഓ ഉപ്പമാരെ, എൻ്റെ വാത് കേൾക്കുന്ന ഉമ്മമാരെ, എന്തേ നമുക്ക് ശ്രദ്ധിക്കേണ്ടതില്ലേ? നമ്മുടെ ശ്രദ്ധ എവിടെ പോകുന്നു? നമ്മുടെ കുട്ടികളാണല്ലോ. നമുക്ക് ചില ഉത്തരവാദിത്വമില്ലേ? നമുക്ക് ചില ചിന്തിക്കാനുമില്ലേ? വിഷമകരമാണ്. സാഹചര്യം വളരെ മരീമസമാണ്. അതിലേറെ 8 ലക്ഷം മുടക്കി, അതല്ല 12 ലക്ഷം വന്ന പത്രത്തിൽ ചില ആളുകൾ പറഞ്ഞുപോയി 12 ലക്ഷമുണ്ട് എന്ന് വായിച്ച വിവരം പറഞ്ഞു. 12 ലക്ഷം മുടക്കി ഉണ്ടാക്കിയ അറ പുതിയാപ്പിട കൂടെ പോകുന്ന കൂട്ടുകാർ തച്ചു പൊളിക്കുകയാണ്. കൂട്ടുബന്ധമാണ്. എൻ്റെ അനുജാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടികളായി ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. അവിടുത്തെ ഉമ്മത്തിൽപ്പെടാൻ അവസരം ലഭിച്ചവരാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലുപൊട്ടി, നെരിയാണി പൊട്ടി രക്തം ഒഴുകുമ്പോൾ അവിടുത്തെ വായിൽ നിന്ന് പല്ലു തെറിപ്പിച്ച സമയമുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വായിൽ നിന്ന് എൻ്റെ അനുജാ ഇന്ന് വരെ ഒരു വിരൽ തുമ്പ് വേദനിപ്പിക്കാൻ റസൂലുള്ള നമ്മോട് പറഞ്ഞിട്ടില്ല. ഇക്കാലം അത്രയും ജീവിച്ചിട്ട് ആ നിലക്കൊരു വിരൽ തുമ്പ് വേദനിപ്പിച്ചിട്ടുണ്ടോ? മനസാക്ഷിയോട് ചോദിക്കൂ.
സഹോദരങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായിൽ നിന്നൊരു പല്ല് തെറിച്ചു. പ്രായാധിക്യം കൊണ്ടുപോയതല്ല, അല്ലെങ്കിൽ വീണപ്പോൾ ആ പല്ല് തെറിച്ചതുമല്ല, ആ പല്ല് തെറിപ്പിച്ചതായിരുന്നു. സ്വഹാബത്ത് പറഞ്ഞു, അവിടുത്തെ മനസ്സ് പൊട്ടി, സ്വഹാബത്തിന്റെ ഖൽബ് പിടഞ്ഞു. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അങ്ങയുടെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച, അവിടുത്തെ കാലിലേക്ക് കല്ലെടുത്തെറിഞ്ഞ ആ മനുഷ്യന് ഒന്ന് കേടായി ദുആ ചെയ്തുകൂടെയോ നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബികളെ, എൻ്റെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച ആ മനുഷ്യന് അല്ലാഹു ഈമാനിന്റെ വെളിച്ചം കൊടുത്ത്, ഹിദായത്തിന്റെ പ്രകാശം കൊടുത്ത് സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടാൽ, എന്നെ കല്ലെടുത്തെറിഞ്ഞ കുട്ടിയെങ്ങാനും ഈമാനിന്റെ വെളിച്ചം കിട്ടിയിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടാൽ എൻ്റെ സന്തോഷം എത്രയാണ് ഉമറേ, എത്രയാണ് സ്വഹാബികളെ. ഇത് പറഞ്ഞ് കണ്ണീരൊടുക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തുനബി തങ്ങളുടെ മക്കളാണ് നമ്മൾ, അവിടുത്തെ കുട്ടികളാണ് നമ്മൾ. എൻ്റെ മക്കൾ, എൻ്റെ കുട്ടികൾ, അവർക്കെങ്ങാനും ഈമാനിന്റെ വെളിച്ചം കിട്ടി സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടാൽ അവിടുത്തെ സന്തോഷം എത്രയാണ്, അവിടുത്തെ സന്തോഷം എത്രയാണ്. ഇത് പറഞ്ഞു പോയ അഷ്റഫുൽ ഖൽഖ്, അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാണുന്ന രൂപത്തിൽ, ക്ലോസറ്റ് രൂപത്തിലെ പാത്രത്തിൽ ചോറ് കടിക്കുമ്പോ കഅബാലയത്തിന്റെ കല്ല് പിടിക്കാൻ അവസരം ലഭിച്ച ഹാജിമാരെ, മദീന പൂന്തോപ്പിൽ കിടന്നുകൊണ്ട് ഈ മജ്ലിസ് വീക്ഷിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേദന, പ്രയാസം എത്രയായിരിക്കും? ഒരു പ്രശ്നവുമില്ലാതെ സ്വന്തം ഉമ്മയുടെ മാറിടത്തിലേക്ക് ചവിട്ടിയിട്ട് ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് കണ്ടാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ വേദന എത്രയാണ്. മോളെ, ഞാനതാണ് എൻ്റെ പെൺകുട്ടികളോട് പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ അവിടത്തേക്കൊരു വേദന ഉണ്ടാക്കരുത്. നമ്മുടെ ജീവിതം, ആ ജീവിതത്തിൽ അവിടത്തേക്കൊരു വേദന ഉണ്ടാക്കി പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, അല്ലയോ ഉമറേ, 2 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കൾ, 2 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർക്ക് മുഴുവനും അല്ലാഹു തആല ചില പ്രത്യേക ദുആകൾ കൊടുത്തിട്ടുണ്ട്. ആ ദുആകളെല്ലാം എല്ലാ മഹാന്മാരും ചെലവഴിച്ചു സ്വഹാബ. റസൂലുള്ളാഹി പറയുകയാണ്, എല്ലാ അമ്പിയാക്കൾക്കും അല്ലാഹു തആല കൊടുത്ത പ്രത്യേകമായ ഒരു ദുആയുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം, ചൊല്ലണേ ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ രംഗം കേട്ടവരല്ലേ നമ്മൾ? കലീമുല്ലാഹി മൂസ, ചൊല്ലണേ കലീമുല്ലാഹി മൂസ. മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം 2 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കളിൽ കടഞ്ഞെടുത്ത 313 തെരഞ്ഞെടുത്ത 25 പേരിൽ നിന്നും ഒന്നും കൂടെ കടഞ്ഞെടുത്ത 5 പേര് ഉലുൽ അസ്മി എന്ന് പറയില്ലേ, അതിൽ പ്രമുഖരാണല്ലോ കലീമുല്ലാഹി മൂസ. മൂസാ നബി അലൈഹിസ്സലാമിനെ വ്യഭിചാരാരോപണം നടത്തിയ സമയമുണ്ട്. അവിടുത്തെ മനസ്സൊന്ന് പതറിയിട്ടുണ്ട്, അവിടുത്തെ ഖൽബ് വേദനിച്ചിട്ടുണ്ട്. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം 2 കരങ്ങളും അങ്ങ് നീട്ടിയിട്ട് ഖാലിഖായ റബ്ബ് കൊടുത്ത ദുആ അവിടുന്ന് ചെലവഴിച്ചു. ഇത് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നു, എൻ്റെ സ്വഹാബികളെ, എൻ്റെ സ്വഹാബികളെ, എനിക്ക് അല്ലാഹു തആല നൽകിയ ആ ഒരു ദുആ ഞാൻ ഇന്ന് വരെ ചെലവഴിച്ചിട്ടില്ല. എനിക്ക് അല്ലാഹു നൽകിയ ദുആ എൻ്റെ കാല് പൊട്ടി, നെരിയാണി പൊട്ടി, രക്തം ഒഴുകിയ സമയം മാത്രമല്ല, എൻ്റെ കഴുത്തിലേക്ക് പലതും വലിച്ചിട്ടപ്പോൾ എൻ്റെ പൊന്നുമകൾ ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും നേതാവ്, എൻ്റെ മകളായ, എൻ്റെ പൊന്നുമോളായ
ബീവി ഫാത്തിമ. എൻ്റെ സഹോദരിമാരെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് വരുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നു. റസൂലുള്ളാഹിന്റെ അരികിലുള്ള അവസ്ഥകൾ കണ്ടപ്പോൾ എൻ്റെ മകൾ കണ്ണീരൊടുക്കിയെന്ന് റസൂലുള്ള പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഫാത്തിമ റളിയല്ലാഹു അൻഹ ഖദീജ ഉമ്മ പലപ്പോഴും പറയും, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഇരിക്കുമ്പോൾ റസൂലുള്ള വേറെ വല്ല ചിന്തയിലോ മറ്റോ ആണ് എങ്കിൽ ഞാൻ മെല്ലെ ചുവട്ടിൽ ചെന്ന് റസൂലുള്ളാഹിനോട് പറയും, ഫാത്തിമയുടെ ഉമ്മ, ഫാത്തിമാനെ പ്രസവിച്ച ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫാത്തിമയുടെ ഉമ്മ, ഫാത്തിമ എന്ന പേര് കേട്ടാൽ റസൂലുള്ള എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും. നബിത്തങ്ങൾക്ക് ഫാത്തിമ എന്ന് കേട്ടാൽ അങ്ങനെയാണ്. ആ ഫാത്തിമയുടെ കുഞ്ഞിക്കൈകളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലേക്ക് വലിച്ചിട്ട പലതും എടുത്തു മാറ്റിയ സമയമുണ്ട്. സ്വഹാബികളെ, ആ സമയത്തും എനിക്ക് അല്ലാഹു നൽകിയ ദുആ ഞാൻ ചെലവഴിച്ചില്ല. ത്വായിഫിലേക്ക് പോകുന്ന സമയത്ത് ഏറുകൾ വന്നു വീണു, പല വിഷമങ്ങളും അനുഭവിച്ചു. അപ്പോഴും എനിക്ക് അല്ലാഹു നൽകിയ ദുആ ഞാൻ ചെയ്തില്ല, നിർവഹിച്ചില്ല. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ വ്യഭിചാരാരോപണം നടത്തിയ സമയമുണ്ട്. എൻ്റെ ആയിഷയുടെ മനസ്സ് പതറിയ ഘട്ടം. അന്നും എനിക്ക് അല്ലാഹു നൽകിയ ദുആ, ആ പ്രത്യേകമായ ദുആ ഞാൻ ചെലവഴിച്ചിട്ടില്ല. അല്ലയോ ഉമറേ, എനിക്ക് അല്ലാഹു നൽകിയ ദുആ ഫഖ്തബഅതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി, ഫഖ്തബഅതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി. എനിക്ക് അല്ലാഹു നൽകിയ ദുആ ഞാൻ എൻ്റെ ഉമ്മത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി, ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. മതാ അൽഖാ, ആ മക്കളെ ഞാനൊന്ന് കണ്ടുമുട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്, മതാ അൽഖാ, ആ മക്കളെ ഞാനൊന്ന് കണ്ടുമുട്ടും. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, അലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങളവിടുത്തെ മക്കളല്ലയോ, ഞങ്ങളൊക്കെ അവിടുത്തെ കുട്ടികളല്ലയോ? ലാ ബൽ അൻതും അസ്ഹാബി, നിങ്ങളെല്ലാവരും എൻ്റെ സ്വഹാബികളാണ്. വഇഖ്വാനി വഫീ റിവായത്തിൽ വഔലാദി, ആരാടി എൻ്റെ കുട്ടികളെന്നറിയുമോ? ആരാടി എൻ്റെ മക്കളെന്നറിയുമോ? അല്ലദീന ആമനൂ ബി വലം യറൗനി, എന്നെ കാണാത്ത, എൻ്റെ കൂടെ നിസ്കരിക്കാത്ത, എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാത്ത ഒരുപാട് മക്കൾ എൻ്റെ വഫാത്തിന് ശേഷം വരും. അവർ പാവങ്ങളാണ്, അവർ സാധുക്കളാണ്. എന്നെ വെറുത്തിട്ട് ആ മക്കളൊന്നും ചെയ്യൂല സ്വഹാബത്തെ. യാഥാർത്ഥ്യമല്ലയോ പിതാക്കളെ? ഇന്ന് വരെ 65 കൊല്ലം ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഉസ്താദിൽ നിന്നും 73 വയസ്സായി എന്ന് എന്നോട് പറഞ്ഞു. അല്ലാഹു ഉസ്താദിന് ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. 73 വയസ്സുള്ളപ്പോ 53 കൊല്ലം ഒരു മഹല്ലിലാണ് ദീനിന്റെ ഖാദിമായി, ദീനിന്റെ ഖാദിമായി. ആലോചിച്ചു നോക്കൂ, നാട്ടുകാരോട് ഓർമ്മപ്പെടുത്തട്ടെ, 73 വയസ്സുള്ളപ്പോ 53 കൊല്ലം ഒരു മഹല്ലിൽ ദീനിന്റെ ഖാദിമായി സേവനം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് കൊടുത്തല്ലോ. നമുക്കെത്ര വയസ്സായി? നമ്മുടെ ആയുസ്സിൽ എത്ര കാലമാണ് ദീനിന് ഖിദ്മ ചെയ്തത്? ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ സാധുക്കളാണ്, നമ്മൾ പാവങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമല്ലേ? ഇന്ന് വരെ നമ്മുടെ 50 കൊല്ലം 70 കൊല്ലം ജീവിച്ചിട്ട് ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ ഈമാനുള്ള മാതാപിതാക്കളെ, മദീന പൂന്തോപ്പിൽ കടന്നുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന, വീക്ഷിക്കുന്ന, മജ്‌ലിസ് കാണുന്ന റസൂലുള്ളാഹി നബിത്തങ്ങളെ വെറുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പറയൂ, മനസ്സാട്ടോട് ചോദിക്കൂ. ഇന്ന് വരെ
അഷ്റഫുൽ ഖൽഖ് തങ്ങളെ വെറുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. റസൂലുള്ളാഹിനോട് വെറുത്തിട്ടല്ല, നേരെ മറിച്ച് ശൈത്താൻ പഴപ്പിച്ചുകൊണ്ട് പലതും പറയുന്നവരും ചെയ്യുന്നവരുമാണ്. ഈ റസൂലുള്ളാഹിനെ വെറുപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഏത് കോലത്തിലും ജീവിക്കാം, ഈ രൂപത്തിൽ നടക്കണമെന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ മുത്തുനബിയോട് വെറുപ്പില്ല. ശൈത്താൻ ലഅനത്താക്കപ്പെട്ടവൻ അവൻ പഴപ്പിക്കാൻ വേണ്ടി വരികയാണ്, അവൻ നമ്മെ പഴപ്പിക്കുകയാണ്. മഹാന്മാർ അങ്ങനെ പഴപ്പിക്കാൻ എത്രയോ പാടുപെട്ടിട്ടുമുണ്ട്. പരിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ എത്രയോ വലിയ വലിയ മഹാന്മാർ, ആ മഹാന്മാരെ പഴപ്പിക്കാൻ വന്നവരുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖുർത്തുബി തങ്ങളെ പോലെയുള്ള മഹാന്മാർക്ക് മുതഅല്ലിമീങ്ങൾ ചെന്നുകൊണ്ട്, ശിഷ്യഗണങ്ങളിൽ ചെന്നിട്ട് ദിക്ർ ചൊല്ലി കൊടുക്കുമ്പോൾ ഉസ്താദിന്റെ മറുപടി ലാ അഖൂൽ ലാ അഖൂലു ദാലിക, ഞാനത് പറയൂല. ഇത് കേട്ട സമയത്ത് ആയിരക്കണക്കായ ശിഷ്യഗണങ്ങളുള്ള ഒരു ഉസ്താദിന്റെ വാക്കുകളാണ്. ഞാനത് പറയൂല. ശിഷ്യഗണങ്ങൾ കരഞ്ഞു. ഉസ്താദ് ചോദിക്കുന്നു, എൻ്റെ മക്കളെ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്തിനാണ് കരഞ്ഞത്? ഞങ്ങൾ ദിക്ർ മരണത്തോടെ മല്ലിടുന്ന ഒരു ഉസ്താദിന്റെ ചാരത്തിരുന്ന് ശിഷ്യഗണങ്ങൾ ദിക്ർ ചൊല്ലി കൊടുക്കുമ്പോൾ ലാ അഖൂൽ, ഞാനത് പറയൂല. ഇത് കേട്ടപ്പോൾ ഞങ്ങൾ കരഞ്ഞതാണ്. ഉസ്താദിന്റെ മറുപടി, എൻ്റെ കുട്ടികളെ നിങ്ങൾ ചൊല്ലിത്തന്ന ദിക്ർ ഞാനത് ചൊല്ലില്ല, പറയൂല എന്നല്ല പറഞ്ഞത്. നേരെ മറിച്ച് ആ സമയം ലഅനത്താക്കപ്പെട്ട പഹയൻ ഇബ്ലീസ് എൻ്റെ അരികിൽ വന്നുകൊണ്ട് ഖുൽ അന റബ്ബുക, ഞാൻ നിന്റെ റബ്ബാണെന്ന് പറയണം. അവസാന ഘട്ടത്തിൽ, ലോകത്തോട് വിട പറയാൻ പോകുന്ന ഘട്ടത്തിൽ ഞാൻ നിന്റെ റബ്ബാണെന്ന് പറയണം. അവരോട് ഞാൻ പറഞ്ഞു ലാ അഖൂലു ദാലിക, ഞാനത് പറയൂല. ഞാൻ അവരോടാണ് പറഞ്ഞത്, എൻ്റെ മക്കളെ റൂഹ് തൊണ്ടക്കുടിയിലെത്തുന്ന സമയത്ത് പോലും, റൂഹ് തൊണ്ടക്കുടിയിലെത്തുന്ന സമയത്ത് പോലും ആ ലഅനത്താക്കപ്പെട്ട പഹയൻ പഴപ്പിക്കാൻ വേണ്ടി വരും, പഴപ്പിക്കാൻ വേണ്ടി വരും. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണമെന്ന് മഹാന്മാർ വിവരിച്ചിട്ടുണ്ടെങ്കിൽ, സൂക്ഷിക്കണമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. ശൈത്താൻ പഴപ്പിച്ചുകൊണ്ട് പലതും ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെറുത്തിട്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് വെറുപ്പ് കാണിച്ച് ഒന്നും ചെയ്യുന്നവരല്ല. അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. ഇവിടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, എൻ്റെ മക്കൾ, ആ മക്കളുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നമ്മ ഓർത്തുകൊണ്ട് നമുക്ക് വേണ്ടി കണ്ണീരൊടുക്കിയ ത്വാഹ റസൂലുള്ളാഹി. നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുന്നുവെങ്കിലും, നമ്മുടെ ഒരു മകൾ കാരണമായി, ഒരു മോൻ കാരണമായി അള്ളാഹുവിന്റെ ഹബീബിന്റെ മനസ്സെങ്ങാനും സമൂഹത്തെ പരസ്യമായി, ദീനിനെ പരസ്യമായി മറ്റു മതവിശ്വാസികൾ പോലും നാണിച്ചുകൊണ്ട് തലതാഴ്ത്തുന്നുണ്ട്. നമ്മുടെ ചില കുട്ടികളുടെ കാട്ടിക്കൂട്ടലുകൾ കാരണത്താൽ മൂക്കത്ത് കൈവെക്കുന്നുണ്ട്. ഒരു പൊട്ടുവെച്ച ഒരു ഹൈന്ദവ സഹോദരന്റെ കല്യാണ വേളയിൽ ഇന്ന് വരെ ഈമാനുള്ള എൻ്റെ കുട്ടികളെ ക്ലോസറ്റ് രൂപത്തിലുള്ള പാത്രത്തിൽ ചോറ് കടിക്കുന്ന കാഴ്ചയോ, പുതിയാപ്പിട തലയിലേക്ക് ഒരു അമുസ്ലിമായ കുട്ടി മൂത്രമെടുക്കുന്ന കാഴ്ചയോ പോകട്ടെ, അതിലും വിഷമകരമായ രംഗങ്ങൾ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? കുന്തും ഖൈറ ഉമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ ഉമ്മത്തിലെ കഥകളാണ്. എന്താണ് സ്ഥിതി? വളരെ മരീമസമായ രംഗമാണ്. ആരോട് പറയും? മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വമില്ലേ? പോകട്ടെ, നാട്ടിലെ ഉമറാക്കൾക്കൊരു ഉത്തരവാദിത്വമില്ലേ? തീർച്ച നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹു തആല നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും ഖാലിഖായ റബ്ബ് നമ്മോട് ചോദിക്കുന്നതാണ്. ഒരു കുഞ്ഞിനെ നൽകിയിട്ടുണ്ടോ? മാതാപിതാക്കളെ അല്ലാഹു തആല വിടില്ല. 10 രൂപ നമ്മുടെ കൈവശം നൽകിയിട്ടുണ്ടോ? അല്ലാഹു തആല വെറുതെ വിടില്ല. എല്ലാ വിഷയവും, എൻ്റെ കയ്യിൽ ഈ കാണുന്ന മിന്തിയിൽ, ഈ കാണുന്ന ടവൽ, ഇതിനെക്കുറിച്ച് അല്ലാഹു തആല ചോദിക്കും.
ഇതൊരു ഹക്കാണ്, വേണ്ട എന്നല്ല. ഇല്ലാമിൽ ഖിർഖത്തിൽ സതറ ബിഹാ ഔറതഹു വ ഇല്ലാമിൽ കിസ്റത്തി ഖുബ്സിൽ സദ്ദ ബിഹാ ജൂഅതഹു വ ഇല്ലാമിൽ ഖില്ലിൽ യതദഖലു ഫീഹി മിനൽ ഹർരി വൽ ഖുർരി ഖാല റസൂലുള്ളാഹി. റസൂലുള്ളാഹി പറയും, മുഹമ്മദുർ റസൂലുള്ളാഹി. സമയം 10 മണി കഴിഞ്ഞുല്ലേ? ഞാൻ തങ്ങളെ ഹാല് ഞാൻ ഒരു 5 മിനിറ്റ് കൂടി പറയട്ടെ. 10 മണി എന്നുള്ളത് തങ്ങളാപ്പാടെ പൊരുത്തത്തോടെ പറയാമെന്ന് കരുതി. ഇനി അങ്ങോട്ട് നോക്കാത്തൊരു 5 മിനിറ്റ് പറയട്ടെ. തങ്ങളാപ്പ നമുക്ക് പറ്റിയൊരു മുത്താണ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അതൊരു വല്ലാത്ത മുത്ത് തന്നെയാണ്. അൽഹംദുലില്ലാ. കിബിർ അതിനില്ല. കിബിർ എന്താന്നിട്ട് അറിയില്ല സാധനത്തിന്. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അൽഹംദുലില്ലാ. ഞാനൊരു 5 മിനിറ്റും കൂടെ പൊരുത്തത്തോടു കൂടെ പറയാം. ഇരുത്തി പറയുന്ന അദബ് കേടാണ്, പക്ഷേ എനിക്കിപ്പോൾ സന്തോഷം നൽകിയിട്ടുണ്ട്, അനുവാദം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സമയം പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ. എന്താണെങ്കിലും അള്ളാഹു താല ചോദ്യം ചെയ്യും ഒരാളെയും. നമ്മുടെ ആയുസ്സിനെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെ എല്ലാത്തിനെക്കുറിച്ചും അള്ളാഹ് ചോദിക്കും. വെറുതെ സമയം പാടാക്കിയ അല്ല വിടുവോ? ഇലാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത്. 1 മിനിറ്റ് എങ്ങാനും വെറുതെ പോയാൽ അത് മരണത്തെക്കാളും ശിദ്ദത്തുള്ളതാണ്, അല്ലേ? ഒന്ന് മൂളിയ ബീവിങ്ങളെ, ഇലാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത്. 1 മിനിറ്റ് നമ്മുടെ ആയുസ്സിൽ നിന്ന് വെറുതെ അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അർഹനല്ലോ പറയാം. എം എ ഉസ്താദിനെ കുറിച്ച് പറയും, നൂറുൽ ഉലമയെക്കുറിച്ച് പറയാറുണ്ട്. ഒരു ഉസ്താദിനോട് പറഞ്ഞിട്ട് ആ പുസ്തകം എണ്ണി നോക്കിയെന്ന്. ആ പുസ്തകം എണ്ണി നോക്കിയും എണ്ണിയിട്ട് പറഞ്ഞിട്ടത് 10ഓ 11ഓ ഉണ്ട്. ഒരു ഉറപ്പ് കിട്ടണം, ഒന്നും കൂടി എണ്ണിയെന്ന്. അപ്പോൾ എണ്ണീറ്റ് പറഞ്ഞത് 10 ഉള്ളൂ. അപ്പോൾ ഉസ്താദ് ചോദിക്കുകയാണ്, നിങ്ങൾ ആദ്യം എണ്ണിയില്ലേ? ആ സമയങ്ങൾ വെറുതെ കളഞ്ഞില്ലേ? ആഖിറത്തിൽ നിങ്ങളെക്കുറിച്ച് ആ സമയത്തോട് ചോദ്യം ചെയ്യൂലേ? നോക്കുകയാണ് നിങ്ങളെൻ്റെ ഹാല്. വെറുതെ ഞാൻ പറഞ്ഞ മനസ്സിലായോ? അജരെ എന്താ ഇപ്പം നിങ്ങളെ ഹാല് ആലോചിച്ച് നോക്കുകയാണ്. ഇലാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത്. ഇലാഅത്തുൽ വഖ്ത്, നമ്മുടെ സമയം പാടാക്കുക. അപ്പോൾ നമ്മുടെ സമയത്തെക്കുറിച്ച് അല്ലാഹു തആല ചോദ്യം ചെയ്യും. എല്ലാം യഗ്തനിം ഖംസൻ ഖബല ഖംസിൻ. ഞാനിപ്പോൾ ഹദീസ് ഓതുന്നില്ല. 5 കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ. ഒന്ന് നമ്മുടെ ആരോഗ്യമാണ്. പിന്നെ പറയും ആചാര്യ സുഖമല്ല, വയ്യ. അതിന് മുമ്പ് നല്ല ആരോഗ്യമുള്ള ഘട്ടമുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ചില പള്ളിയിലൊക്കെ അങ്ങ് ചെന്നാൽ ഓഡിറ്റോറിയം മോഡല് എത്രയെന്ന് അറിയാം. പണ്ട് നല്ല പറയട്ടെ, നമ്മളെ ഒരു 25 കൊല്ലം മുമ്പ് ഏത് പള്ളിയിലെ കസേരകളെ അജരങ്ങളെ കുട്ടിക്കാലത്ത് കസേര ഉണ്ടായിരുന്നു. ഒന്ന് കൂടിത്തരും, ഒന്ന് നമ്മളിപ്പം കൂടിത്തരും. ഒരു 10-25 കൊല്ലം മുമ്പ് പൈസത്താതെ നിങ്ങൾ പറയും അവരൊക്കെ പഠിക്കുന്ന അത് എത്ര കസേര ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ദർശനത്തോടെ ഒരു 10-32 കൊല്ലമായി. ആദ്യകാലത്തൊന്നും പള്ളിയിൽ കസേര, പിന്നെ ഇങ്ങനെ ഇടവിട്ട് ഓരോന്നോരോന്നൊക്കെ. ഇപ്പോൾ ഒരു ഓഡിറ്റോറിയം മോഡലായിരിക്കണം. ഇപ്പം ആകെ പ്രശ്നം. അതിലേറെ അജബ് കേൾക്കണങ്ങൾ 1 മണിക്കൂറൊക്കെ ഹൗദങ്കരിയിൽ സംസാരിച്ച് അങ്ങ് നിൽക്കുന്നു. എന്നിട്ട് നിസ്കരിക്കാൻ പോകുമ്പോൾ കാണാതെ പോയിരിക്കണം. എത്ര മനുഷ്യന്മാരറിയാം. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് തിരിയാത്ത പോലെ തോന്നട്ടാ. ഒരു കുഴപ്പമില്ലാന്ന് ചെന്നാൽ പിന്നെ കസേര കണ്ടൊരു ഒരു സന്തോഷം അവിടെ നിന്ന് ഇരുന്ന് നിസ്കരിക്കാൻ. എത്ര മനുഷ്യന്മാരാണ്. പക്ഷേ ഇരുന്ന് നിസ്കരിക്കുന്നവരെ നമ്മൾ കുറ്റപ്പെടുത്തണ്ടട്ടാ. അവരെ കാലുവേദന ഒരു പ്രയാസമൊക്കെ നമ്മളൊന്ന് അനുഭവിച്ച് നോക്കട്ടെ. അപ്പുറം അതിൻ്റെ കോലം എന്താണ്. അപ്പം നമ്മൾ ആരും ചെറുതാക്കാൻ പോകണ്ട, ആരും മോശമാക്കാൻ പോകണ്ട. എന്നാൽ കുറച്ച് ആഫിയത്തുണ്ടെങ്കിൽ പോയി ഇരിക്കാനും പോകണ്ട. അതൊന്നും ശ്രദ്ധിക്കുന്നല്ല. ചെറിയ കസേര കാണുമ്പോഴൊക്കെ ഒരാഗ്രഹം. അങ്ങനെ എന്ത് കാണുമ്പോൾ തിന്നാൻ ആഗ്രഹം എന്ന് പറയും പോലെ കസേര കാണുമ്പോൾ ഇരിക്കാനൊരാഗ്രഹം. എത്ര മനുഷ്യന്മാരെ അറിയോ? വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. പോട്ടെ, എല്ലാത്തിനെ കുറിച്ച് അല്ലാഹു തആല إلا من خرقة سطر بها عورته وإلا من كسرة خبز سد بها جوعته وإلا من قل يتدخل فيه من الحر والقر. അല്ലാഹു തആല അവൻ പടച്ച പടപ്പുകൾ സൃഷ്ടികളിൽ എന്ത് കൊടുത്തിട്ടുണ്ടോ എല്ലാത്തിനെ കുറിച്ച് അല്ലാഹു തആല ചോദ്യം ചെയ്യും. നമ്മളിപ്പോൾ വാത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, വാത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പട്ടിണി കിടക്കുന്നവരുണ്ട്, ദാഹിച്ചിട്ട് പിടയുന്നവരുണ്ട്, പച്ചവെള്ളത്തിന് വേണ്ടി
പച്ച വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ചായ വേണ്ട, അവർക്ക് ഒരിക്കലും തന്നെ പായസം വേണ്ട, അവർക്ക് ഉണങ്ങി വരേണ്ട നാവിൻ തുമ്പിൽ ഒരു തുള്ളി പച്ചവെള്ളം തൊട്ടുകൊടുക്കാൻ ഉമ്മാനെ വിളിച്ച് കരയുന്നവരുണ്ട്. ഈ കഴിഞ്ഞ പെരുന്നാളിന് നമ്മൾ വാതുകൾ കേട്ട് കാണും, ചിലപ്പോൾ നമ്മൾ വീഡിയോ കണ്ടു കാണും. കഴിഞ്ഞ പെരുന്നാളിന് 4-5 വയസ്സുള്ളൊരു കുട്ടി ഉമ്മാനെ വിളിക്കുന്ന വിളിനാളം, അതൊരു വല്ലാത്ത വിളിയായിരുന്നു സഹോദരങ്ങളെ. അപ്പോഴാണ് നമുക്ക് അല്ല വല്ല വിഷമം തന്നിട്ടുണ്ടോ? പാരാപ്തങ്ങൾ പറയാനുണ്ട്, വിഷമങ്ങൾ പറയാനുണ്ട്. ഇല്ല ഇല്ല, അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളും നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം ശുക്ർ ചെയ്യേണ്ടവരാണ്. 16-18 കൊല്ലമായി മൂത്രത്തിൽ കിടക്കുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട്. കിടപ്പറയിൽ മൂത്രമടിക്കുന്ന കാട്ടിക്കുന്നു, കിടപ്പറയിൽ തന്നെ മൂത്രമടിക്കുന്ന കാട്ടിക്കുന്നു. അങ്ങനെയുള്ള ഞാൻ പറയുന്നതേ, ഈ കുട്ടി അല്ലോ ഒരു കുട്ടി 4-5 വിഷയം മറന്ന 4-5 വയസ്സുള്ള മോനെ ഉമ്മാന്ന് വിളിക്കുക. അപ്പം എന്തിനാണ്? ഉണങ്ങി വരേണ്ട നാവിൻ തുമ്പിൽ ഒരു തുള്ളി പച്ചവെള്ളം തൊട്ട് കൊടുക്കാൻ. പക്ഷെ ഉമ്മ ഓടുന്നത് കാണണം. എന്തിനാണെന്നറിയോ? എവിടുന്നെങ്കിലും എൻ്റെ കുട്ടിയുടെ നാവിൽ തുള്ളി വെള്ളം ഒറ്റിച്ചു കൊടുക്കാൻ പച്ചവെള്ളം കിട്ടുകൂടെ. പക്ഷെ കിട്ടിയില്ല. അവസാനം ഉമ്മ വന്നിട്ട് ആ ഉമ്മയുടെ നാവ് മുസൽമാൻ മുസൽമാൻ. ഇപ്പോഴും അങ്ങനെ പിടയുന്ന മക്കളുണ്ട്. ഞാനിപ്പോൾ സാഹചര്യം മനസ്സിലാക്കി പറയുന്നില്ല. 10,000 അങ്ങനെ പിടയുന്നുണ്ട്. അവർക്ക് പെരുന്നാളില്ല, അവർക്കൊരു സന്തോഷമുള്ള സമയമില്ല, അവർക്കൊരു തുള്ളി ചായ. ഇന്ന് നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ച്, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു, രാവിലെ കഴിച്ചു, ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നൊന്നും കിട്ടാത്ത പാവങ്ങളുണ്ട്. നമ്മൾ ഓർക്കേണ്ടതുണ്ട്, നമ്മുടെ ഉമ്മത്തിലെ കുട്ടികളാണ്. ഈ ഉമ്മ വന്നിട്ട് ആ കുഞ്ഞിൻ്റെ ആ ഉമ്മയുടെ നാവങ്ങനെ ഒന്ന് നീട്ടിയിട്ട് ഈ പൊന്നുമോൻ്റെ നാവിൽ തൊട്ട് വെള്ളം തൊട്ട് കൊടുക്കുന്നുണ്ട്, ഉമ്മനീര് തൊട്ട് കൊടുക്കുന്നുണ്ട്. ഓ മുസ്ലിമീങ്ങളെ, വല്ല വിഷമം അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ടോ? വല്ല ബുദ്ധിമുട്ടും അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ടോ? ഇത് നമ്മൾ ആലോചിച്ചാൽ മതി. ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമുക്ക് ഇല്ലായ്മ പറച്ചിലേ ഉള്ളൂ. നമുക്ക് എന്നൊരു പ്രസംഗ ശൈലിയാണ്. ഇല്ലായ്മ പറച്ചിലും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇങ്ങനെ വല്ലാതെ പറയാണ്. അർഹമുർറാഹിമീനായ റബ്ബ്, എൻ്റെ യുവാക്കളെ നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ. എത്ര ചെറുപ്പക്കാരായ കുട്ടികൾ. ഞാനൊരു വീട്ടിൽ യാത്രയിൽ ഒരു വീട്ടിൽ ഞാൻ ചെന്നു. ഇന്നും മനസ്സ് പൊട്ടിപ്പോവുകയാണ്. ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഉപ്പ, അവർക്ക് 5 മക്കളുണ്ട്. മൂത്ത മകന് 22 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. മൂത്ത മകന് 22 വയസ്സ്. അവനങ്ങനെ ഏറ്റിക്കൊണ്ട് വന്നു. അവനങ്ങനെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് 2 കൈയും 2 കാലുമൊക്കെ എന്താ പറയുക, ആ കുട്ടിയെ 22 വയസ്സ് കഴിഞ്ഞൊരു മോനെ അങ്ങനെ ഏറ്റിക്കൊണ്ട് വന്നു. അപ്പോൾ ഞങ്ങൾ 2-3 പേരുണ്ട്. അപ്പോൾ ഇത് ആരാ? നിൻ്റെ മൂത്ത മകനാണ്. അപ്പം അങ്ങനെ ചോദിച്ചു, എത്ര മക്കളാണ്? 5 മക്കളാണ്. അപ്പം ഇയാൾ പറഞ്ഞു, 5 മക്കളും ഇങ്ങനെ തന്നെയാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ അയാൾ. അൽഹംദുലില്ലാ 5 മക്കളും എൻ്റെ പെങ്ങളെ. പക്ഷേ ആ കുട്ടിയുടെ ഉമ്മ മറൻ്റെ അപ്പുറത്ത് നിന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഒന്നുമില്ല, അൽഹംദുലില്ലാ, ഞാൻ എൻ്റെ വീട് കണ്ടിട്ട് കുറേ കാലമായി. ആ പെങ്ങളെ വാക്കെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഒരു കുടുംബ വീട്ടിൽ പോയിട്ട് കുറേ കാലമായി. കാരണം എൻ്റെ 5 മക്കളെ അല്ലാഹു തആല എനിക്ക് ഈ 5 കുട്ടികളെ തന്നു. ഈ മക്കളെ പോറ്റാന്ന് പറഞ്ഞ് പിന്നെ ഉമ്മ കരയുന്നുണ്ട്. ഒരു സ്വന്തം വീട്ടിൽ പോയിട്ട് എൻ്റെ ഉമ്മ എന്നെ കാണാൻ ഇങ്ങോട്ട് വരും, എൻ്റെ വാപ്പ കാണാൻ വരും, എൻ്റെ കുടുംബങ്ങളൊക്കെ ചിലപ്പോൾ എന്നെ കാണാൻ വരും. ഞാനൊരു കല്യാണത്തിനോ ഞാനൊരു കുടുംബ വീട്ടിലോ ഒന്നും പോകില്ല. പക്ഷേ ഈ 5 കുട്ടികളൊക്കെ ആരാലോചിച്ചിട്ട്. എന്നിട്ട് ആ പെങ്ങളെന്താ എന്നോട് പറഞ്ഞതറിയോ? ദ്വാരക്കണം, ഈ മക്കളെങ്ങനെ ശുശ്രൂഷിക്കുമ്പോൾ ഒരു മടുപ്പ് വരാതിരിക്കാൻ, ഒരു വെറുപ്പ് വരാതിരിക്കാൻ ദ്വാരക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ഉമ്മാക്കുപ്പാക്കൽ 5 കുട്ടികൾ കൊടുത്തു. 5ഉം ഈ രൂപത്തിലിങ്ങനെ 22 വയസ്സുള്ള കുട്ടിയുടെ മൂത്രം കാട്ടം പെറ്റ ഉമ്മ വൃത്തിയാക്കുകയാണ്. ബാപ്പ കൊണ്ടുപോയാണ് ബാത്റൂമിലേക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പക്ഷേ ഒരു ജലദോഷം പിടിക്കുമ്പോഴേക്കും 100,000 വിഷമം പറയുന്നൊരു കാലല്ലേ. ദ്വാരക്ക് എവിടെ വേദന, ബയ്യ. ഈ ബയ്യ കുറച്ച് ഓവറായിട്ടുണ്ട്. അജരങ്ങളേറ്റ പറയലുണ്ടാ? അല്ലാഹു തആല കാക്കട്ടെ. നിങ്ങൾ ബല പറയരുതിട്ടാ, ബയ്യ പറയണ്ട. അൽഹംദുലില്ലാ അത് നിങ്ങൾ പറഞ്ഞോളി.
ഞാനിങ്ങനെ പറയാം, മഹബത്തോണ്ട് പറയാം, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഈ നിലക്കുള്ള ഉമറാക്കളോട് വന്നിരിക്കുന്നുണ്ടല്ലോ, ഇവരുടെ മുഖം കാണുമ്പോൾ ഇവർക്കുള്ള ക്ഷീണം വിഷമൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. അർഹമുർ-റഹീമീനായ റബ്ബേ, ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിന്റെ മക്കൾ ഇവിടെ ദുആ ചെയ്യും, ഇവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ വന്ന പ്രായം ചെന്ന പിതാക്കൾക്ക്, ഉമ്മമാർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ഞാനിത് പറഞ്ഞു വരുന്നത്, കുറേ ആളുകൾ അങ്ങനെ, ഒരുപാട് മനുഷ്യന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 17 കൊല്ലം കഴിഞ്ഞു. ഞാൻ മമ്പയിൽ ദർസ് നടത്തുന്ന കാലത്താണ്, ഞാൻ അടുത്ത് പോയി മമ്പയിൽ ദർസ് നടത്തുന്ന കാലത്ത്, അന്ന് തൃശ്ശൂരിൽ, ഇപ്പം ഞാൻ പാടന്തറയിൽ ദർസ് തുടങ്ങിയിട്ട് തന്നെ 14 കൊല്ലമായി. അപ്പം അവിടെ ദർസ് നടത്തുന്ന കാലത്ത് അന്ന് മൂത്രത്തിൽ കിടക്കുന്ന ഒരാളെ ഞാൻ ഈ അടുത്ത് പോയി സന്ദർശിച്ചു. ഈ അടുത്ത് ഞാൻ പോയി. അപ്പം ഇപ്പോഴാ കിടപ്പിലാണ്. നിങ്ങളാ രംഗം ആലോചിച്ച് നോക്കി അവസ്ഥകളെ. ഞാനിങ്ങനെ ഈ വിഷയം പറയല്ല, ഓരോ മനുഷ്യന്മാർ, അള്ളാഹു ആ പാവങ്ങൾക്ക് ശിഫ കൊടുക്കുമാറാവട്ടെ, ആ പാവങ്ങൾക്ക് അള്ളാഹു ശിഫ കൊടുക്കുമാറാവട്ടെ. എത്രയോ ആളുകൾ മൂത്രത്തിൽ കിടക്കുകയാണ്, എത്രയോ ആളുകൾ ഡയാലിസിസ് നടത്തുന്ന, വർഷങ്ങളോളമായി ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ആഴ്ചയിൽ 3 ദിവസമൊക്കെ ഡയാലിസിസ് നടത്തുമ്പോൾ എത്ര ആളുകളാണ്. ക്യാൻസർ പിടിച്ച് എല്ലായി കിടക്കുന്നവരുണ്ട്. ഇവിടെയാണ് അല്ലാഹു തആല നമുക്ക് തന്ന ആഫിയത്ത്. നമ്മുടെ സ്ഥിതിഗതികളെ കുറിച്ച്, ഇല്ലാമിൽ ഖിർഖത്തിൽ സതറ ബിഹാ ഔറതഹു, അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും പടച്ച റബ്ബ് ചോദിക്കുന്നതാണ്. 3 കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു തആല ചോദിക്കുകയില്ല. അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്, അല്ലാഹു കൊടുത്ത റഹ്മത്താണ്, അല്ലാഹു കൊടുത്ത നിഅമത്തുമാണ്. പക്ഷേ 3 അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹു തആല ചോദിക്കുകയില്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വഹാബികളെ, അതിലപ്പുറമായി എത്രയുണ്ടോ അല്ലാഹു ചോദിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലണേ മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുത്തെ പൊന്നുമോളെ ഹിബ്ബൻ ഒന്നരാടെ ഇടവിട്ടെന്ന് കിതാബിൽ കാണാം. ഫാത്തിമ റളിയല്ലാഹു അൻഹയും ഹസൻ ഹുസൈൻ പോലെയുള്ള പൊന്നു മക്കളെ കാണാൻ, ഒന്നരാടെ പേരക്കുട്ടികളെ കാണാം. അജരങ്ങൾക്കൊക്കെ ഒരു താല്പര്യമല്ലേ പേരക്കുട്ടികളെ കാണാൻ? പേരക്കുട്ടികൾ ഇരട്ടി മധുര, സ്വന്തം മക്കളെക്കാളും ഒരു മധുരമാണ് പേരക്കുട്ടികൾ. അപ്പം പേരക്കുട്ടികൾ ഇടക്കിടക്ക് കാണാൻ പോകും. ഒരു പ്രാവശ്യം ആ കുട്ടികളുടെ കരച്ചിൽ കണ്ടു. മോളെ ഫാത്തിമ, എൻ്റെ മക്കൾ, ഉപ്പാ, കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ട് 1-2 ദിവസമായി വിശപ്പ് കൊണ്ട് കരയാണ്. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മനസ്സ് പതറി. ആ മക്കളുടെ അവസ്ഥ കണ്ട് അവിടുന്ന് തിരിച്ചു. ഒരു നീണ്ട സംഭവം. അവിടുന്ന് തിരിച്ചപ്പോൾ സിദ്ദീഖ് തങ്ങളെ വടിയിൽ വെച്ച് കണ്ടു. മഹാനവറുകൾ നൽകിയ വിഷയം ഇത് തന്നെയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയും കണ്ടു. അവിടുന്ന് കൊടുത്ത വിഷയം ഇതാണ്. 2 പേരുടെയും കൂട്ടിയിട്ട് ഒരു സ്വഹാബിയുടെ കുറച്ച് കഴിവുള്ള സ്വഹാബിയാണ്. ആ വീട്ടുമുറ്റത്ത് പോയി സലാം ചൊല്ലുന്നു, സലാം മടക്കുന്നില്ല. 2-3 പ്രാവശ്യം റസൂലുള്ളാഹി സലാം ചൊല്ലി. അല്ലാഹുവിൻ്റെ ഹബീബ് അങ്ങ് മടങ്ങുന്നത് കാണുമ്പോൾ വഅലൈക്കുമുസ്സലാം യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് വരണം, അങ്ങ് പോകരുത്. അങ്ങ് സലാം പറയുന്നത് കണ്ടപ്പോൾ, ആരാണ് സലാം പറയുന്നത്? റസൂലുള്ളാഹിയാണല്ലോ. ഒന്നുകൂടെ പറഞ്ഞെങ്കിൽ ആഗ്രഹം കൊണ്ട് മിണ്ടാതിരുന്നതാണ്. എൻ്റെ ഭർത്താവ് അല്പം വെള്ളം കൊണ്ടുവരാൻ പോയിട്ടുണ്ട്, അങ്ങ് വീട്ടിൽ വന്നിരിക്കണേ. നബിത്തങ്ങളും സ്വഹാബത്തും അങ്ങ് അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും പവറുള്ള 2 മുത്തുകളുമൊത്തിരിക്കുമ്പോൾ, മഹാന്മാരായ സ്വഹാബത്ത് അബുൽ ഹൈസം തങ്ങളെ പോലെയുള്ള മുത്തുകൾ വരുന്ന സമയം, അന്ത ശംസുൻ അന്ത ബദറു, അന്ത ശംസുൻ അന്ത ബദറു, നബിത്തങ്ങളല്ലേ ഇരിക്കുന്നത്. ഓടി വരുന്നു, യാ റസൂലല്ലാഹ്, നബിയേ. എൻ്റെ അവിടുത്തെ അരികിലേക്ക് ഓടി വന്ന്
എന്റെ സിദ്ദീഖിന്റെ വയറ് കാണാൻ വയ്യ, ഉമറിന്റെ വയറ് കാണാൻ വയ്യ. തമാശ രൂപത്തിൽ അവിടുന്ന് നല്ല കടിച്ചതുപോലെയുണ്ടല്ലോ. അതേ മോനെ, ഞാൻ കടിച്ചിട്ടുണ്ട്. അവിടുത്തെ വസ്ത്രം അങ്ങ് പൊക്കി കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വാല് കേൾക്കാറില്ലേ? അവിടുത്തെ വയറിന്റെ തുതി അത് കണ്ടതും ബഹുമാനപ്പെട്ടവര് ഈ തപ്പന വൃക്ഷത്തിൽ കയറി അല്പം പടുത്ത പടം പഠിച്ചു കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ മടിയിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഭാര്യയോട് ഭക്ഷണം പാകം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഭാര്യയോട് ഭക്ഷണം പാകം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുവരെ ഈ പടം കടിക്കണം. സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ കുഴിച്ചു കൊടുത്തു. ഉമറുൽ ഖത്താബ് തങ്ങളുടെ മടിയിലും അല്പം പഴം ഈത്തപ്പടം. ആ ഈത്തപ്പടം അങ്ങ് നൽകിയപ്പോൾ ബിഷപ്പിന്റെ കാഠിന്യം കൊണ്ട് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പടം അങ്ങ് എടുത്തു കടിച്ചു. എന്റെ ഉമറേ, താങ്കൾ കടിച്ചു പോയ ഈ പടത്തെക്കുറിച്ച് അല്ലാഹു ചോദിക്കും. ഉമറേ, മുഹമ്മദുർ റസൂലുള്ളാഹ് കല്യാണ ദിവസത്തിൽ 100 വിഭവങ്ങളുണ്ടെന്ന് പറയുന്ന അഭിമാനിക്കുന്ന ഹാജിമാരെ, എന്റെ പൊന്നുമകളുടെ കല്യാണത്തിൽ, എന്റെ പൊന്നുമകന്റെ കല്യാണത്തിൽ 100 വിഭവങ്ങൾ ഉണ്ടായിരുന്നു. അഭിമാനിക്കുന്ന ഹജ്ജുമ്മമാരെ, നോക്കൂ നിങ്ങൾ, ഇത് യാഥാർത്ഥ്യമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഉമറേ, ഈ കടിക്കുന്ന പടത്തെക്കുറിച്ച് അല്ലാഹു ചോദിക്കും. കാരണം ഉടൻ തന്നെ അവിടുത്തെ പടം, ആ പടം അങ്ങോട്ട് എടുത്തു കളഞ്ഞുകൊണ്ട്, യാ റസൂലല്ലാഹ്, ഈ പടത്തെക്കുറിച്ച് പോലും അല്ലാഹു ചോദിക്കുമെന്നാണോ നബി തങ്ങൾ പറഞ്ഞു? ഉമറേ, താങ്കൾ എന്താണ് മനസ്സിലാക്കിയത്? ഒരു മനുഷ്യന് അല്ലാഹു തആല ഈ പടം കൊടുത്തിട്ട് അവിടുന്ന് ഇല്ലാമിൽ ഖിർഖത്തിൽ സതറ ബിഹാ ഔറതഹു വ ഇല്ലാമിൽ കിസ്റത്തി ഖുബ്സിൽ സദ്ദ ബിഹാ ജൂഅതഹു. ഉമറേ, താങ്കൾക്ക് ഇന്ന് സുജൂദിലേക്ക് പോകാൻ കഴിയാത്ത കേടില്ല, റുകൂഇലേക്ക് പോകാൻ കഴിയാത്ത കേടില്ല. ഉമറേ, 3 കാര്യത്തെക്കുറിച്ച് അല്ലാഹു ചോദിക്കൂല, അതപ്പുറമായി എല്ലാം അല്ലാഹു ചോദിക്കും. ഏതാണ് യാ റസൂലല്ലാഹ്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ഉമറേ, ഇല്ലാമിൽ ഖിർഖത്തിൻ സതറ ബിഹാ ഔറതഹു, ഔറത്ത് മറക്കാൻ ഒരു കഷ്ടം തുണിയില്ല, ഒരു തുണിയില്ല. ആ തുണി എങ്ങാനും ബാങ്ക് വിളിക്കുകയാണ്, ഉടുക്കാൻ തുണിയില്ല, ആരെങ്കിലും ഒരു തുണി കൊടുത്തുവെങ്കിൽ അതിനെക്കുറിച്ച് അല്ലാഹു തആല ചോദിക്കുകയില്ല. അതിലപ്പുറമായി 2 വസ്ത്രമുണ്ടോ, 3 വസ്ത്രമുണ്ടോ, അല്ലാഹു ചോദിക്കുന്നതാണ്. പറയാൻ അവകാശമുണ്ട് നമുക്ക്, വേണ്ട എന്നല്ല. ഒരു മനുഷ്യന് എത്ര വസ്ത്രവും ഉണ്ടാകാം. ഇസ്ലാമിൽ അത് കുടിസുള്ള മതമല്ല ദീൻ. ഇത്ര വലിയ മഹാന്മാർ, നല്ല നല്ല വസ്ത്രം ധരിച്ചിരുന്ന എത്ര മഹാന്മാരുണ്ട്. അതല്ലേ ഞാൻ പറയുന്നത്. രണ്ടാമത്തത്, ഒരു മനുഷ്യന് വല്ലാത്ത വിശപ്പ്, റുക്കൂഇലേക്ക് പോകാൻ കഴിയുന്നില്ല, സുജൂദിലേക്ക് പോകാൻ കഴിയുന്നില്ല. ആ സമയത്തെങ്ങാനും ആരെങ്കിലും ഒരു പത്തിരിയുടെ കിസ്റത്തി ഖുബ്സിൽ ഫൈസ് ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാരെ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളെ ഇരുത്തി പറയട്ടെ, വിശപ്പടക്കൽ ഒരു പത്തിരിയുടെ പകുതിയെങ്ങാനും കിസ്റത്തി ഖുബ്സിൽ ഒരു പത്തിരിയുടെ പകുതിയെങ്ങാനും കൊടുത്താൽ, അതെങ്ങാനും കടിക്കുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് അല്ലാഹു ചോദിക്കില്ല. ഉമറേ, അവിടത്തേക്ക് സുജൂദിലേക്ക് പോകാൻ കഴിയാത്ത കേടുണ്ടോ? എന്നിരിക്കെ ഈ കടിച്ച പടത്തെക്കുറിച്ച് അല്ലാഹു തആല ചോദിക്കും. എങ്കിൽ ഒരു ദിവസം ഞാനടക്കമുള്ള നമ്മൾ കടിക്കുന്ന ഭക്ഷണങ്ങളെ കുറിച്ച് അല്ലാഹു ചോദിക്കില്ലേ? വല്ലാത്ത ചൂടും തണുപ്പും തട്ടാതിരിക്കാൻ കിന്നിൻ എന്ന് കാണാം ചെറ്റക്കുടില്. കിതാബിൻ ആ ശൈലി നോക്കുന്ന ഉസ്താദുമാർക്കറിയാം, എടങ്ങാറായിട്ടാണ് അതിൻ്റെ ആ വീട്ടിലേക്ക് ആ മനുഷ്യൻ പോകുന്നത്. ആ നിലക്കൊരു ചെറ്റക്കുടിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അല്ലാഹു തആല ചോദിക്കില്ല. ഉമറേ, അതിലപ്പുറമായി എത്രയുണ്ടെങ്കിലും അല്ലാഹു ചോദിക്കും. സിദ്ദീഖ് തങ്ങളെ പോലെയുള്ള മഹാന്മാർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഒരു മനുഷ്യന് നല്ല വീടുണ്ട്, ധാരാളം വസ്ത്രങ്ങളുണ്ട്, ധാരാളം ഭക്ഷണം കഴിക്കാൻ വകുപ്പുമുണ്ട്, ആ മനുഷ്യന് രക്ഷയില്ലയോ? നബി തങ്ങൾ പറഞ്ഞ മറുപടി, ഇസ്ലാമിൽ ഒരു കുഴപ്പമുള്ളതല്ല. എൻ്റെ ദീനിന്റെ മക്കളെ, യുവാക്കളെ,
എത്രയും നല്ല സന്തോഷത്തോടെ ജീവിക്കാം. നല്ല വീട്, നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, സുഭിക്ഷമായ ജീവിതം നയിക്കാം. പക്ഷേ അത് അല്ലാഹു തആല നൽകുന്ന അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ കുറിച്ച് അല്ലാഹു തആല ചോദ്യം ചെയ്യും. അത് വിഷയമാണ്. അല്ലാഹു ചോദിക്കാത്തതുണ്ടെങ്കിൽ 3 കാര്യമേ ഉള്ളൂ. അതിലപ്പുറമായി എല്ലാ കാര്യങ്ങളെ കുറിച്ചും അല്ലാഹു തആല ചോദിക്കും. ആ ചോദ്യം സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും. അതോർത്തുകൊണ്ട് ജീവിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഞാൻ എന്നോടടക്കം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്.